കാരണം എനിക്ക് ഒരു സമയത്ത് പഠിത്തം വെറുത്ത് പോയത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വെറുത്ത് പോയത് ടീച്ചേഴ്സിൻ്റെ ഒരു ടോർച്ചർ കാരണമായിരുന്നു. ടീച്ചർ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതൊരു പഠിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ധർമ്മം എന്ന് പറയുന്നത്. കാരണം ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ കമ്പോണൻ്റ് ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു കാര്യം. പക്ഷേ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം മോശമായിട്ട് ആൾക്കാർ കാണുന്നത്, അതായത് എൻജിനീയറിംഗ് കയറുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഒന്നിനും കൊള്ളാത്തവരാണെന്നൊരു ധാരണ ഇപ്പോൾ ഉണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ ജോലിക്ക് പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ഇനിഷ്യൽ സാലറി അല്ല 50,000, കുറഞ്ഞൊരു സാലറി ഇല്ല. ഇവരൊരിക്കലും ചിന്തിക്കില്ല എന്തിനവർ കമ്പനി എനിക്ക് 50,000 സാലറി തരണം, അത് ചിന്തിക്കില്ല. ആ 50,000 സാലറി വാങ്ങാൻ ഞാൻ ഏബിൾ ആണോ എന്നുള്ളവരും ചിന്തിക്കില്ല. എക്സാമിന് ഒരാഴ്ച മുമ്പ് നമ്മൾ എത്ര കുത്തിമറിഞ്ഞ് പഠിച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും ഇപ്പോൾ എത്രയോ കുട്ടികൾ ഒരു ബേസിക്സ് പോലും ഇല്ലാത്ത കുട്ടികളെ കോളേജ് ടോപ്പേഴ്സ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ കോഴ്സ് 100% ഫ്രീ ആണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എഞ്ചിനീയർ ടേൺ ടീച്ചർ, ടീച്ചർ ടേൺ ഓൺട്രപ്രണർ. അപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൻ്റെ ഫ്രാങ്ക്ലിനാണ്. ഹലോ, വെൽക്കം ടു ദി ഷോ. സുഖാണോ? സുഖം. അതെ, ഇത്ര നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് സുഖമാണോ എന്ന് ചോദിക്കുന്നതെന്നല്ലേ? അല്ല, ഞാൻ ചോദിച്ചായിരുന്നു ആദ്യം. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ പറഞ്ഞില്ലേ എഞ്ചിനീയർ ടേൺ ടീച്ചർ, ടീച്ചർ ടു ഓൺട്രപ്രണർ. അപ്പോൾ ആ ജേണി ശരിക്കും എന്താ പറയുക, ഞാനൊരു ഒന്നെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ചുരുങ്ങിപ്പോകേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ചുരുങ്ങിപ്പോകേണ്ട ആളല്ല. എനിക്കുള്ള നോളജ് സ്പ്രെഡ് ചെയ്യണം. ഐ ഹാവ് ടു ബി സംതിങ് മോർ ദാൻ ദിസ് എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ഞാൻ 9th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ന്യൂറോ സർജൻ ആവാനായിരുന്നു ആഗ്രഹം. എനിക്ക് ഇപ്പോഴും എനിക്ക് ബ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ചിന്തിക്കും. ഞാൻ 2 days ബാക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ബ്രെയിൻ എന്ന് അത്ര വലിയ കോംപ്ലക്സ് ഓർഗനാണ്. എങ്ങനെ ഓരോ ആൾക്കാരുടെ മുഖത്ത് നോക്കൂ, അവരിപ്പോൾ എന്തായിരിക്കും അവരുടെ ബ്രെയിൻ എങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് ചന്ദ്രയാൻ മിഷൻ നടക്കുന്നത്. അപ്പോൾ പണ്ട് മലയാള മനോരമയിൽ പഠിപ്പുര എന്ന് പറയുന്ന ഒരു പങ്ക്തി ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഡെയിലി ഞാനത് വായിക്കും. ഇല്ലെങ്കിൽ അത് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനത് സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ട് സ്കൂളിൽ ഇരുന്ന് വായിക്കും. അപ്പോൾ അന്ന് ചന്ദ്രയാനെ കുറിച്ച് ആ ഒരു പേപ്പർ കംപ്ലീറ്റ് റീഡ് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി ഇന്ത്യ ഇത്രത്തോളം വലുതായി ഇൻ ദ സ്പേസ് ഓഫ് റോക്കറ്റ് സയൻസ്, എഞ്ചിനീയറിംഗ്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് തന്നെ തുമ്പയിലാണ് ആദ്യമായി ISR സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചർച്ചിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ടൂറൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒരു ചർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വലിയൊരു ഓർഗനൈസേഷനായി മാറി ഒരു മൂൺ മിഷൻ സ്വന്തമായിട്ട് നടത്തി എന്നുള്ളത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. അന്നോട്ട് എനിക്ക് റോക്കറ്റ് സയൻസിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ബ്രെയിൻ സർജൻ അങ്ങ് മാറി, പിന്നെ റോക്കറ്റ് സയൻസിനോട് താല്പര്യം കൂടി കയറി. അങ്ങനെ റോക്കറ്റ് സയൻസിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കാനും ശ്രമിച്ചു. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ +1 കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. ഫിസിക്സ് ആയിരുന്നു സബ്ജക്ട്. അങ്ങനെ കാരണം റോക്കറ്റ് സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഫിസിക്സ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വെച്ചിട്ടാണ് എനിക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഞാനൊരു റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒറ്റ റോക്കറ്റ് സയൻറ്റിസ്റ്റ്, ഒരുപാട് റോക്കറ്റ് സയൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായാലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണം. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങി പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനെ ലോകമെമ്പാട് എൻ്റെ ലെക്ചേഴ്സ് കാണണം, ഒരുപാട് റോക്കറ്റ് സയൻറ്റിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം ത്രൂ മീ. അങ്ങനെ ഞാൻ ഒരു 8 കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കോളേജ് തൊട്ടുള്ള ഡ്രീമാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ദെൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ടീച്ചിങ് കരിയർ തന്നെ കണ്ടിന്യൂ ചെയ്തു. 2023 ഞാൻ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് സാധാരണ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ചില സമയത്ത് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ ചോദിക്കുമല്ലോ ട്രെയിനിലേക്ക് വെച്ചിട്ട്, അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറയും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം. അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ അരിയർ സ്റ്റുഡൻസാണ്, ബാക്ക് പേപ്പർ സ്റ്റുഡൻസാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം മോശമായിട്ട് ആൾക്കാർ കാണുന്നത്, അതായത് എഞ്ചിനീയറിംഗ് കയറുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഒന്നിനും കൊള്ളാത്തവരാണെന്നൊരു ധാരണ ഇപ്പോൾ ഉണ്ട് സൊസൈറ്റിയിൽ. അല്ല, ഒന്നിനും പോവാൻ കിട്ടാതെ ആ എഞ്ചിനീയറിംഗ് എല്ലാവരും പോകുന്നെങ്കിൽ ഞാനും പോവാം എന്ന് പോകുന്നവരാണെന്നാണ്. അതെ, പക്ഷെ എഞ്ചിനീയറിംഗിന്റെ ഒരു സ്കോപ്പും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ന്യൂസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയസിലായിക്കോട്ടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്
പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാത്ത ദിവസം ഉണ്ടാവില്ല. കാരണം ലോകം അത്രമാത്രം വലുതായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അത് ആൾക്കാർക്ക് അറിയില്ല. അപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പോലും മേ ബി അറിയില്ല. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ പഠിച്ചാൽ മതി, പരീക്ഷയുടെ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പാസ്സായി പോയിക്കോളും, എക്സാം പാസ്സാവുക എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് അതല്ല, എഞ്ചിനീയറിംഗ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൻ്റെ റിയൽ ബ്യൂട്ടി ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക, സ്റ്റുഡൻസിനെ ആ ഒരു രീതിയിലേക്ക് നയിച്ചു കൊണ്ട് വരിക. ഇപ്പം എഞ്ചിനീയറിംഗിൻ്റെ വാല്യൂ കൊടുക്കാത്തൊരു സൊസൈറ്റിയിൽ നിന്നും നല്ല നല്ല എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് എഞ്ചിനീയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. അല്ല, അറ്റ്ലീസ്റ്റ് പഠിക്കുന്ന കുട്ടികൾക്കെങ്കിലും അതിനോടുള്ളൊരു ട്രൂ സ്നേഹം വേണം അല്ലേ? അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ടീച്ചറിന് തന്നെ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാ, നല്ലൊരു ടീച്ചറാണെങ്കിൽ നമുക്കത് പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൂടും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ആശാന്മാരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കാണും, അവരുടെ ഫിസിക്ക് കാണും, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന നമുക്ക് മോട്ടിവേഷനായിട്ട് നമ്മൾ ചെയ്യും. ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന ഭംഗി, ഇപ്പം ശോഭന മാമിൻ്റെ ഒക്കെ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന എന്തിനാ, അവർ കളിക്കുന്ന ഒരു ഭംഗി കണ്ടിട്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രൊഫഷനോടുള്ള സ്നേഹം കണ്ടിട്ട്, അങ്ങനെയല്ലേ. അപ്പം പഠിക്കാൻ എഞ്ചിനീയറിംഗിൽ വരുമ്പോഴും അതേ സാധനം തന്നെ ടീച്ചേഴ്സ് കൊടുത്താലേ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും അതിനോടുള്ള സ്നേഹം വരുള്ളൂ. ഇത് അറിയില്ല, ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്നല്ല, ഒരു സ്റ്റുഡൻസിന് അറിയില്ല എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഗൂഗിളിൽ AI സയൻറ്റിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലേണിംഗ് ഹൗ ടു ലേൺ ഈസ് ദ ന്യൂ സ്കിൽ. ഓക്കെ, അതായത് ആ സ്കില്ലാണ് അക്യൂർ ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ചില കുട്ടികളൊക്കെ വന്നിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചതാണ്, എനിക്ക് എക്സാമിന് മാർക്ക് കിട്ടിയില്ല, അപ്പോൾ നീ എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് മാത്രമേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ എത്ര കുത്തിമറിഞ്ഞ് പഠിച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും, ഇപ്പോൾ 24 hours ഇരുന്ന് പഠിച്ചാൽ പോലെ ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ് ആണ്. ഒരു ടൈം സെമസ്റ്റർ ഉണ്ടെങ്കിൽ ആ സെമസ്റ്റർ പഠിക്കുക. ഇപ്പോൾ +1 +2 10ാം ക്ലാസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവസാനം പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ട്രെൻഡാണ്. ആ ട്രെൻഡ് മാറണം. ഇപ്പൊ കൂടുതലാണ്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ആർക്കും പഠിക്കാൻ താല്പര്യമില്ല. എല്ലാരും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് സ്ക്രോൾ ചെയ്തിരുന്ന് സമയം പോകുന്ന തന്നെ അറിയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സക്സസ്ഫുൾനെസ് എന്ന് പറയുന്നത് കാശുണ്ടാക്കാന്നാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ ടു മേക്ക് മണി. അതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ഗോൾ. കാരണം ഇവർ കാണുന്ന മുഴുവൻ ഹാഷ് ബുഷ് ലൈഫാണ് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഇതിൻ്റെ ബാക്കിലുള്ള ഹാർഡ് വർക്ക്, ഇതിൻ്റെ ബാക്കിലുള്ള സ്ട്രഗിളൊന്നും ഒരിക്കലും അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഇവർ വിചാരിക്കും ഇതൊക്കെ പെട്ടെന്ന് കിട്ടും, വളരെ സിമ്പിളാണ് എന്നാണ്. കാരണം ഡെയിലി എത്ര മോട്ടിവേഷണൽ റീലായിരിക്കും കാണുന്നത്. അപ്പൊ തന്നെ നമ്മൾ അതല്ല, ഇപ്പൊ നമ്മളുടെ ഒരു കാലഘട്ടത്തിലാണെങ്കിലും, ഇപ്പൊ നമ്മളുടെ പ്രായക്കാരാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഡെയിലി മോട്ടിവേഷൻ കാണുന്നുണ്ടാവും. പക്ഷെ കറക്റ്റ് ഹാർഡ് വർക്ക് എവിടെ കൊണ്ടിടണം എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നതാണ്. കുറച്ചുകൂടെ ഗോൾ കാണാനായിട്ട് കുട്ടികൾ പഠിക്കണം. അതായത് ഒരു 10 years കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ ആരായിട്ട് അറിയപ്പെടണം, എവിടെ എത്തണം എന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി എപ്പോഴാണോ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആവണമെന്നില്ല, ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയ ആൾ പോലും ആൾക്കും അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഗ്രാജുവേറ്റഡ് ആയി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ എന്ത് പഠിക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് അവരൊക്കെ. ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ആഫ്റ്റർ 10 years എവിടെ എത്തണം, എന്തായിട്ട് അറിയപ്പെടണം, അപ്പോൾ ഒരു ആൻസർ കിട്ടും. അതിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. അല്ലേ, പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എഞ്ചിനീയറിങ്ങിനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രം എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിങ്ങിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാനാണെങ്കിൽ മറ്റേ കീമിൻ്റെ എക്സാം എഴുതി ഞാൻ ശരിക്കും അത് 3 മണിക്കൂർ എന്തോ അല്ലേ എക്സാം. ആദ്യത്തെ അരമണിക്കൂർ തന്നെ എൻ്റെ എക്സാം തീർന്നു. അരമണിക്കൂർ പോലും എനിക്ക് വേണ്ടായിരുന്നു, കാരണം എനിക്കൊന്നും അറിയില്ല. അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ 2.5 മണിക്കൂർ ഒരു പുറത്ത് വിടില്ലല്ലോ, പേപ്പർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുത്തുമല്ലോ. ആ 2.5 മണിക്കൂർ ഞാൻ ഇരുന്ന് ആലോചിച്ചതാണ്, എനിക്കിഷ്ടമല്ല, പിന്നെ ഞാൻ എന്തിനിത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇരുന്ന പോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സാമിന് പോയിട്ട് ഒന്നും എഴുതാതെ ഞാൻ ഇരിക്കണം. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഞാൻ എഞ്ചിനീയറിങ്ങിന് പോവില്ല എന്ന്. അത് ഞാൻ വലിയ കാര്യമായിട്ടല്ല പറയുന്നത്, പക്ഷെ പറ്റില്ലെങ്കിൽ ചെയ്യാതിരിക്കുക, വെറുതെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന ആ കോഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എഞ്ചിനീയറിംഗ് ഇപ്പം നേരത്തെ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം വണ്ടേഴ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പം ഈ സംസാരിക്കുന്ന മൈക്ക് തന്നെ സൗണ്ട് എഞ്ചിനീയേഴ്സും അല്ലേ, ഒത്തിരി പേര് ഇൻസ്ട്രുമെൻ്റൽ എഞ്ചിനീയേഴ്സ്, കുറേ പേരൊക്കെ പല ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. പല എഞ്ചിനീയേഴ്സ് പല കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു. ആൻഡ് അത് ഒരു വലിയ കാര്യമാണ്. ആൻഡ് ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു വരുവാണ്, നല്ല ടീച്ചേഴ്സ് വേണം. ലൈക്ക് ഹൗ ദേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അല്ലേ? ഇപ്പം ഫ്രാങ്ക്ലിൻ പഠിച്ച സമയത്തും ഫ്രാങ്ക്ലിന് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ടീച്ചറിനെ ഓർക്കാൻ കാണില്ലേ? അവരായിരിക്കില്ലേ ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെയാണോ ഈ ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്യാം? അപ്പാർട്ട് ഫ്രം ഓൾ ദ ഡ്രീം, അതായത് കൂടുതൽ റോക്കറ്റ് സയൻസ് റോക്കറ്റ് എഞ്ചിനീയേഴ്സ് എന്നെ ഉണ്ടാക്കണം എന്നുള്ളതിലുപരി അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. അത് എൻ്റെ ഫാമിലി എല്ലാം ടീച്ചേഴ്സാണ്. എൻ്റെ ടീച്ചിങ് എൻ്റെ ബ്ലഡിലുണ്ട്. കാരണം എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൻ ടീച്ചറാണ്, എൻ്റെ അമ്മയുടെ അമ്മ ടീച്ചറാണ്, എൻ്റെ അനിയത്തി ടീച്ചറാണ്, എൻ്റെ അമ്മയുടെ 2 സിസ്റ്റേഴ്സ് ടീച്ചേഴ്സാണ്. ഇത് എൻ്റെ ബ്ലഡിലുണ്ട്. ഞാൻ ഫ്രം ദ ചൈൽഡ്ഹുഡ് കാണുന്നത് മുഴുവൻ വീട് നിറച്ച സ്റ്റുഡൻസ് ആയിരിക്കും. ഇത്രയും പേര് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഓരോ കാറ്റഗറി അല്ലേ. ഇത്രയും സ്റ്റുഡൻസ്, ഞാൻ ഇങ്ങനെ ഈ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിട്ടാണ്. മിനി ക്യാമ്പസ് ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് ടീച്ചിങ്, അപ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞായതുകൊണ്ട് തന്നെ എന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ടൊക്കെ അവർ പഠിപ്പിക്കും. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിന് ഹാപ്പിനെസ്, സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിക്കുന്നു. ദേ ആർ റിയലി ഗുഡ് ടീച്ചേഴ്സ്. ഓക്കെ, കാരണം അവർ ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിന് ഉപരി കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതെന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ. പറഞ്ഞാൽ അതൊരു പഠിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ധർമ്മം എന്ന് പറയുന്നത്. കാരണം ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ കമ്പോണൻ്റ് ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിൻ്റെതായ ഒരു പ്യൂരിറ്റിയോടുകൂടി ആ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചേഴ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയേഴ്സ്. ഞങ്ങളുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൻ്റെ ടാഗ്ലൈൻ തന്നെ വി ആർ എൻജിനീയറിംഗ് ദ എഡ്യൂക്കേഷൻ എന്നാണ്. ഓക്കെ, കാരണം ഒരു സ്റ്റുഡൻറ്റിനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യിപ്പിക്കാനും കുട്ടിയെ ഫിസിക്കലി ട്രെയിൻ ചെയ്യാനും കുട്ടിയെ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും വേറെ ആരെക്കാളും പറ്റുന്ന ടീച്ചേഴ്സിനാണ്. ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ കൊണ്ട് പാരൻസ് കൊണ്ട് പറയും, എന്നിട്ട് പറയും ഇവൻ ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല, സാറൊന്ന് പറഞ്ഞ് നന്നാക്കും. നമ്മളൊന്നും പറയണ്ട, അവനെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രശ്നം പോയി. അതാണ് സത്യം. പക്ഷെ പാരൻസ് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളാരും എന്നോട് ചോദിക്കാൻ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവും. അതെന്താ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ടീച്ചേഴ്സിനോട് ഒരു ഭയഭക്തി ബഹുമാനം കൂടുതലായിരിക്കും, കുറച്ചും കൂടി റെസ്പെക്ട് വളരെ കൂടുതലാണ്. ആ റെസ്പെക്റ്റ് ആണ് കുട്ടികളെ റീഫോം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളോട് നിൽക്കേണ്ട രീതിയിൽ നിന്ന് കുട്ടികൾക്ക് കൂടുതൽ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ നല്ല ടീച്ചറായി. ഇപ്പോൾ ഈ ബുക്കിലുള്ളത് മാത്രം പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ടീച്ചർ ആവില്ല. ആ കുട്ടിക്ക് ബുക്കിലുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം, കുട്ടിയെ കൊണ്ട് സ്വപ്നം കാണാൻ പഠിപ്പിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. നല്ലൊരു ഭാവി കാണാൻ കഴിയാത്ത കുട്ടിയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം, ആ കുട്ടിയെ വഴി നടത്തണം. അതാണ് ടീച്ചർ ത്രൂ ഔട്ട് ദ ലൈഫ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടാണ്, അതായത് ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൊഫഷൻ, ഒരു ആർമിക്കാരൻ വരും, ഡോക്ടർ വരും, എഞ്ചിനീയർ വരും, സിവിൽ സർവീസ് ഓഫീസർ വരും, ലാസ്റ്റ് ഒരു വയസ്സായ ഒരാൾ വരും. കണ്ടിട്ടുണ്ടായിരുന്നു? അറിയില്ല, കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു റീൽ കണ്ടിട്ട്. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ വരും. അപ്പോൾ ലാസ്റ്റ് ഈ ടീച്ചറാണ് ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആ ഒരു റീൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു രോമാഞ്ചം തോന്നി. ഓക്കെ, കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാൻ ആ ഫാക്ട് ആലോചിച്ച് നോക്കൂ, എൻജിനീയർ, സിവിൽ സർവീസ് ഓഫീസർ, ഇത്രയും ഡോക്ടർ, ഇത്രയും പേരെ ക്രിയേറ്റ് ചെയ്ത ഒരു ടീച്ചർ. ഓക്കെ, ഇറ്റ്സ് എ നോബൽ പ്രൊഫഷൻ. അപ്പോൾ എൻ്റെ ലൈഫിലും എൻ്റെ റോൾ മോഡലിൽ ഒരാൾ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കോട്ട്സാണ് കുറച്ചുകൂടെ എന്നെ ടീച്ചിങ്ങിലേക്ക് അടുപ്പിച്ചത്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ കോഴ്സസ് 100% ഫ്രീ ആണ് ത്രൂ ഔട്ട് ദ ബിടെക് കരിയർ. അത് മാത്രമല്ല, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് എന്ത് കോഴ്സ് ക്രിയേറ്റ് ചെയ്താലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിന് അത് ഫ്രീ ആയിരിക്കും. അത് കാരണം ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അവിടേക്കാണ് ടീച്ചിങ് ഒരു ആസ് എ ടീച്ചർ ഞാൻ പ്രൗഡായിരിക്കുന്നത്. ആൻഡ് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് പറ്റി. ഓക്കെ, ഒരുപാട് ഫ്രഷേഴ്സിനെ എനിക്ക് നല്ല ട്രെയിൻ ചെയ്ത് നല്ല ടീച്ചേഴ്സാക്കി, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സാക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലൊക്കെയാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഭയങ്കര വലിയ കാര്യമാണ്. ബിക്കോസ് ഞാൻ മുന്നേയും ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് ഒരു സമയത്ത് പഠിത്തം വെറുത്ത് പോയത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വെറുത്ത് പോയത് ടീച്ചേഴ്സിൻ്റെ ഒരു ടോർച്ചർ കാരണമായിരുന്നു. അതേസമയം ഞാൻ +1 +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു നല്ല ടീച്ചർ
വന്നു എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ടീച്ചർ കാരണം എനിക്ക് പിന്നെയും പോവാൻ തോന്നി. Yes. അതാണ് നമുക്ക് വരുന്ന വ്യത്യാസം. പിന്നെയും കോളേജിലെത്തിയപ്പോൾ പിന്നെയും അത് പോയി. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്തിനാണ് ഡെയിലി നമ്മൾ പഠിക്കാൻ പോകുന്നിടത്തോട്ട് പേടിച്ച് പോകുന്നത്, അല്ലെ വിഷമിച്ച് പോകുന്നത്, കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെറുത്ത് പോകുന്ന ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീം ടീച്ചേഴ്സാണ്. മനസ്സിലായോ? ഒരിക്കലും എൻ്റെ ഭാവിയിൽ എൻ്റെ കുട്ടികളുണ്ടായാൽ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം, നല്ല ആ കുട്ടികൾ ടീച്ചേഴ്സായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ കുട്ടികൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അല്ലേ? അവരുടെ ആ ഒരു 12 അല്ലെങ്കിൽ 15 ഇയേഴ്സ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ കരിക്കുലർ അക്കാഡമിക് പ്ലേസിലാണ്. അപ്പോൾ അത് നല്ലതല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന മെൻ്റൽ ട്രോമ ഇസ് വെരി ബിഗ്. ഉറപ്പായിട്ടും. അതെ. ഈ നമ്മൾ എൻജിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിനെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സംഭവം ഞാനിപ്പം കോളേജുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് വാലിഡ് ആയിരിക്കാം, ഇൻവാലിഡ് ആയിരിക്കും, എനിക്കറിയില്ല. കാരണം ഞാൻ എൻജിനീയറിംഗ് ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമുള്ള ആളല്ല. പക്ഷേ ഫ്രാങ്ക്ലിൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിയുള്ള ആളുമല്ല, ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈക്ക് രണ്ട് സൈഡിൽ നിന്നും എന്താണ് പറയാനുള്ളത്? ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു കാര്യം. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒരു ന്യൂ ജനറേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇപ്പോൾ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇത് കാരണം നമ്മൾ ഒരുപാട് അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്തിൽ ഇവിടെ ചെന്ന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? ഒരിക്കലില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ റിസൾട്ട് വൈകുന്നൊരു കാര്യം. ഓക്കെ, റിസൾട്ടൊന്നും മനഃപൂർവ്വം ആരും വൈകിക്കില്ല. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പരാജയമാണ്. ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജിയാണ് പോകുന്നത്. സീരിയസ്ലി, വൈ നമ്മൾ എന്തിനാ നെഗറ്റീവ്സിന് പുറകെ പോകുന്നത്? ഞാനിപ്പോൾ കുട്ടികളോട് പറയുന്ന കാര്യമുണ്ട്, പോസിറ്റീവ്സിന് പുറകെ പോവാം. ഇപ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഇയർ ബാക്കിൻ്റെ ഇഷ്യൂ വന്നു, KTU 5th സെമസ്റ്ററിൻ്റെ ഒരു ഇയർ ബാക്കിൻ്റെ ഇഷ്യൂ വന്നു. അത് ഒട്ടും സയൻറ്റിഫിക് അല്ലായിരുന്നു. യൂണിവേഴ്സിറ്റി എന്ത് കണ്ടിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു. സ്റ്റുഡൻസിൻ്റെ കൂടെ നമ്മൾ KTU സ്ട്രൈക്കിന് പോയി. ഓക്കെ, അങ്ങനെ ഇയർ ബാക്ക് മാറ്റി. നമ്മൾ ആക്ച്വലി യൂണിവേഴ്സിറ്റി ആയിട്ട് റെഗുലറായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണ്. അപ്പോൾ അത് ഇയർ ബാക്ക് ചെയ്യാൻ മാറ്റി. അപ്പോൾ ഞാൻ അന്ന് തന്നെ സ്ട്രൈക്കിന് പോയ ശേഷം അന്ന് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി അതോറിറ്റീസിൻ്റെ സംസാരിച്ച ശേഷം ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു, ഇയർ ബാക്ക് 80% മാറ്റാൻ ചാൻസ് ഞാൻ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. കാരണം ഇത് ഒന്നും ഇതിൻ്റെ KTU വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല, ഇതിൻ്റെ ബാക്കിലുള്ള പൊളിറ്റിക്സ് ആണ് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? സോ അതിൻ്റെ പുറകെ നമ്മൾ ചിന്തിച്ച് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം, എനർജി, മണി വേസ്റ്റാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ആവശ്യമില്ലാത്ത നെഗറ്റീവ്സിന് പുറകെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോഡിൽ കുറേ കുഴിയുണ്ട്. ഓക്കെ, നമുക്കൊരു കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു പരിധിയില്ലേ? നമ്മൾ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്ര കുഴികൾ അതിലുണ്ടാവും? നമ്മളതിൽ ആരെയും പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പക്ഷെ പരാതിപ്പെട്ടില്ലെങ്കിലും ഇവരിത് തന്നെ തുടരില്ലേ? തീർച്ചയായിട്ടും തുടരും. കോഴിക്കോട് വന്നിട്ടുണ്ടോ? കോഴിക്കോട് പ്രൈവറ്റ് ബസ്സുകാരുടെ പോക്ക് കണ്ടിട്ടുണ്ടോ? എറണാകുളത്തെ കണ്ടിട്ട് തന്നെ വയ്യ. എന്നാൽ കോഴിക്കോട് ഞാൻ പറയുന്ന ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ജസ്റ്റ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കണ്ണൂർ കോഴിക്കോട് റോഡിൽ വെസ്റ്റിൽ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഭാഗത്താണ്. അവിടെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിൽക്കണം. നമ്മുടെ എല്ല് വരെ മരവിച്ച് പോകുന്ന രീതിയിൽ നമ്മൾ ഓടിക്കാം. ഓക്കെ, സീരിയസ്ലി ഞാൻ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യമുണ്ട്. ഈ ബസ് ഡ്രൈവേഴ്സ് ഇവരൊക്കെ MDMA, ഹാൻഡ്സ്, ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ബസ്സിലിരിക്കുന്ന സമയത്ത് ഇവന്മാർ സ്റ്റിയറിങ് കൈ വിട്ടിട്ട് ഹാൻഡ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എനിക്ക് എത്ര വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടെന്ന് അറിയോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവർ ഈ പോക്ക് പോകുന്നത്. ഓക്കെ, സാധാരണ ഒരു റോഡ് സൈഡിൽ കൂടെ പോവാം, ഇത് അപ്പുറത്തൂടെ ബൈക്കുകാരെ കാറുകാരൊന്നും വകവയ്ക്കുന്നില്ല. ഞങ്ങൾ ബസ്സുകാരാണ്, ഞങ്ങൾ ഇങ്ങനെ പോകും എന്നുള്ള രീതിയിൽ ഇവർ പോവാം. ഓക്കെ, ഭയങ്കര ഒരു രീതിയിൽ അഹങ്കാരികളാണ് ബസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ ഞങ്ങളുടെ റോഡിൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, അത് കൂടാതെ വേറെ 4 സ്കൂൾസ് ഉണ്ട് ആ റോഡിൽ. രാവിലെ വൈകുന്നേരം ഒരുപാട് കുട്ടികളും പാരൻസ് പോകുന്ന സ്ഥലമാണ്. ഒരു വക വയ്ക്കാതെയാണ് ഈ ബസ്സുകാർ പോകുന്നത്. അതേപോലെ പേരാമ്പ്ര, അതായത് കോഴിക്കോട് കുറ്റ്യാടി ആ റൂട്ടിൽ പേരാമ്പ്രയിൽ 2025 ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതായത് കുട്ടിയെ
ഇടിച്ച് 10 മീറ്ററോളം ഇഴച്ചു കൊണ്ടുപോയി. ന്യൂസ് ഉണ്ട്, യു ക്യാൻ സീ ഇൻ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇത് എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പോലീസുകാരനോട് ചെന്നിട്ട് സാർ ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയും ഒരു കംപ്ലയിൻറ്റ് ചെയ്യാനാണ്. ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ഫൈൻ അടിക്കുമായിരിക്കും, ഒരു 2000, 3000, 4000, 5000, 6000. ഇതിൻ്റെ മുതലാളിമാർക്ക് 10-20 ബസ്സുള്ള മുതലാളിമാർക്ക് ഈ എമൗണ്ട് എന്ന് പറയുന്നത് നിസ്സാരമാണ്. അവർക്കൊരു ടൈമിന് അവിടെ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ അജണ്ട എന്ന് പറയുന്നത്. റിയാലിറ്റി എന്താ അറിയോ? സപ്പോസ് എന്തെങ്കിലും തട്ടി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും മീൻസ് ഒരു നെഗ്ലിജൻസ് കാരണമുള്ള അപകടത്തിന് ക്രിമിനൽ കുറ്റമല്ല ഇന്ത്യൻ നിയമപ്രകാരം. ഓക്കെ, ഈസി ആയിട്ട് ഇവർക്ക് ഊരിപ്പോരാം, 2000 ഫൈൻ അടിച്ചാൽ മതി. അപ്പോൾ ഒരു ജീവൻ അത്രേ ഉള്ളൂ വില എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കോഴിക്കോടായാലും ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, കാരണം ഒരു ലിമിറ്റിൽ റോഡിൽ കൂടെ സൈഡ് കൊടുക്കാൻ. ഒരു ബസ് റോട്ടേക്ക് ഇത് കാറിൽ തട്ടിച്ചളഞ്ഞു. കാറിൽ തട്ടിച്ചിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്ത് നിർത്തിയപ്പോൾ പുള്ളിക്കാരെ വന്നിട്ട് ഒരു 1000 രൂപ തന്നിട്ട് പുള്ളി പോയി. ഇൻഷുറൻസ് ആയിട്ട് 1000 ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മുതലാളിമാരാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ലോയേഴ്സ്, ക്രിമിനൽ ലോയേഴ്സ്, ഭയങ്കര വലിയ ടീംസാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. വളരെ നിസ്സാരമായിട്ട് അവർ ഊരിപ്പോരും. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് എന്താ ഒതുങ്ങി പോകുക എന്നുള്ളതിൽ ഒരു മാർഗ്ഗമുള്ളൂ. കാരണം ഇതിൻ്റെ ബാക്കിൽ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ഹാർഷായിരിക്കും, ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ടൈമും എനർജിയാണ് വേസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക, നമ്മുടെ ചുറ്റുമുള്ളതിനൊന്ന് മൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ലൈഫിൽ ഞാൻ ശ്രമിക്കുന്നത്. കാരണം മീൻസ് നെഗറ്റീവ്സിനെ ഞാൻ എപ്പോഴാണോ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ടൈം ആൻഡ് എനർജി അവിടെ ഒരുപാടധികം വേസ്റ്റ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോടും പറയുന്നത് തന്നെയാണ്. യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഒരു ചേഞ്ച് കൊണ്ടുവരിക. നമുക്ക് അതേ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നന്നായിട്ട് പഠിക്കണം. നമ്മുടെ കയ്യിൽ നല്ല എഡ്യൂക്കേഷൻ, പവർ, മണി ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഉള്ളവരുടെ കുത്തകയാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ശരിയാ. നമുക്ക് ഇനിയുള്ളൊരു ജനറേഷനെ വാർത്തെടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രസന്റിനെ നമുക്ക് ശരിയാക്കിയെടുക്കാം എന്നുള്ളൊരു പ്രസന്റിലുപരി ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇപ്പോൾ ഇനിയും ബസ് ഡ്രൈവേഴ്സിന് ആവശ്യം വരും. സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബസ് ഡ്രൈവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമല്ലോ. ഞാനതാ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ടീച്ചേഴ്സിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റുഡൻസ് ആളെ ബസ് ഡ്രൈവേഴ്സ് ആയാൽ പോലും എടാ ഇത് റോഡാണ്, എല്ലാവർക്കും പോകണം, നോക്കിയൊക്കെ ഓടിക്കണം എന്നുള്ള കാര്യം ഒരു മെസ്സേജ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അല്ല നമ്മളിപ്പോൾ ഒരു പഠിച്ചു ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി, ഞാൻ അവിടെ ഒരു 10 കൊല്ലം ജോലി ചെയ്തു, അടുത്ത കമ്പനിയിൽ പോയി, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം 6 കൊല്ലം, അതിലുപരി സൊസൈറ്റിക്ക് എന്ത് പുതിയത് കൊടുക്കാം എന്നുള്ള കാര്യം കുട്ടികൾ ചിന്തിക്കണം. കാരണം ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്നും ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റിലേക്ക് വരണം. ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്നിൽ അവർക്ക് പുറത്തെവിടെയെങ്കിലും പോകണം. പിന്നെ കുറച്ച് പേർക്ക് M.Tech ചെയ്യണം, പിന്നെ കുറച്ച് പേർക്ക് ജോലിക്ക് പോകണം. പക്ഷെ ജോലിക്ക് പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ഇനിഷ്യൽ സാലറി തന്നെ 50,000, കുറഞ്ഞൊരു സാലറി ഇല്ല. ഇവരൊരിക്കലും ചിന്തിക്കില്ല എന്തിനവർ കമ്പനി എനിക്ക് 50,000 സാലറി തരണം. അത് ചിന്തിക്കില്ല. ആ 50,000 സാലറി വാങ്ങാൻ ഞാൻ ഏബിൾ ആണോ എന്നുള്ളവരും ചിന്തിക്കില്ല. ഇപ്പോൾ പരീക്ഷയുടെ ആ സമയത്ത് എന്തെങ്കിലും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ 50,000 കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഭയങ്കര ഓൾഡ് ഏജ് കോൺസെപ്റ്റ്സ്, പണ്ടത്തെ കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്ന, ആരും സ്കിൽ പഠിപ്പിക്കുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് ഒരു മെസ്സേജ് കണ്ടു. എന്നെ ചിന്തിപ്പിച്ചൊരു മെസ്സേജാണ്, ഒരു മീൻസ് കമൻറ്റാണ്. അതിൽ സ്കിൽസ് എന്ന് പറയുന്നത് ലേൺ ചെയ്യുന്നതാണോ ഡെവലപ്പ് ചെയ്യുന്നതാണോ? ഓഫ് കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരു കോളേജും സ്കില്ല് പഠിപ്പിച്ചു തരില്ല. അതുപോലെ കുട്ടികൾക്ക് അറിയില്ല. ഈ കുട്ടികൾ ഈ കംപ്ലൈന്റ് ആണ്. നേരത്തെ അപർണ ചോദിച്ചൊരു കാര്യം ഞാൻ പറയുന്നത്, കുട്ടികൾ കംപ്ലൈനിങ് ചെയ്യുന്നു പറഞ്ഞില്ലേ, കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യുന്ന കോളേജിനാണ്. കോളേജ് സ്കില്ല് പഠിപ്പിക്കുന്നില്ല. കോളേജസ് എല്ലാം സ്കില്ല് പഠിപ്പിക്കാനുള്ളത്. ഈ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത്
ഈവൻ എനിക്ക് എന്തെങ്കിലും ബ്രെയിനിൽ എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചോ, ഗജിനി സിനിമ കണ്ടുണ്ടോ? പിന്നെ ഗജിനി സിനിമയില് സൂര്യക്ക് ആ ഒരു അടി കിട്ടിയ ശേഷം സൂര്യക്ക് 15 മിനിറ്റ്സിൽ കൂടുതലൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ ഹീ ക്യാൻ ഡ്രൈവ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ അത്ര ഡീപ്പായിട്ട് പതിയുന്ന ഒന്നാണ്. ഇപ്പൊ ബ്രെയിൻ എന്തെങ്കിലും പറ്റിയാൽ പോലും ഈ സ്കിൽ നമ്മളെ വിട്ട് മാറില്ല. ഓക്കെ, ഞാനിത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ചർച്ചിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ആക്സിഡന്റ് ആയി, ബ്രെയിൻ ഇഞ്ചുറി ആയി, കുറെ കാലം റെസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ അടിപൊളിയായിട്ട് കാർ ഓടിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ ഡ്രൈവിംഗ് ഇയാൾ മറന്നില്ലേ? ഡ്രൈവിംഗ് ഇസ് എ സ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഇസ് എ സ്കിൽ. അതാണ് സ്കിൽസ് എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കുന്ന കാര്യം മറന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ അക്യൂർ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യം. അത് ആരും പറഞ്ഞുതരാൻ പറ്റില്ല. ഇപ്പൊ ഇനിയുള്ള ജനറേഷനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പൊ റെസ്യൂം ഒക്കെ വരുന്ന സമയത്ത് കുട്ടികളിൽ സ്കിൽസ് ഐ ഹാവ് സ്കിൽസ് C++, MATLAB, സോളിഡ് വർക്ക്സ് ഇതൊക്കെ എഴുതും. ഞാൻ കുട്ടികൾ കാൻഡിഡേറ്റ്സിന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ സ്കില്ലുകളാണോ? ഇതൊരു സോഫ്റ്റ്വെയർസിൽ പഠിക്കുന്ന അതല്ല, ലേൺ ചെയ്യുന്ന, അവർ സ്റ്റഡി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സോളിഡ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ കുട്ടി ചെയ്യുന്ന 3D മോഡൽസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, C++ എന്ന് പറയുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്കിൽസ് അല്ല. ഇതിലൂടെ ഇതൊക്കെ പഠിക്കുന്നതിൽ കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നമ്മളിൽ ഡെവലപ്പായി വരുന്ന കാര്യങ്ങളാണ് സ്കിൽസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതൊക്കെ ഡെവലപ്പായി വരും. ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നു, അസൈൻമെൻറ്റ് എഴുതുന്നു, അതേപോലെ തന്നെ കോളേജിൽ വേറെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ കാര്യമുണ്ട്, ടൈമില്ല. ഇതൊക്കെ മാനേജ് ചെയ്ത് കറക്റ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്ന വേറെ സ്കിൽ ഉണ്ട്. എന്താ അറിയോ? മൾട്ടി ടാസ്കിങ് സ്കിൽ, ടൈം മാനേജ്മെന്റ്, അഡാപ്റ്റബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് 4 വർഷം എന്ന് പറയുന്നത് ദാറ്റ്സ് ഇനഫ്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിലേക്ക് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിപ്പോ കോഡിങ് അറിയണ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എന്തിനാ കോഡിങ് പഠിക്കുന്നത്? ഇപ്പൊ പ്രോഗ്രാമേഴ്സിന് ആവശ്യമുണ്ടോ? ഒരു പ്രോഗ്രാംസിന് ആവശ്യമില്ല. ഇഷ്ടം പോലെ ChatGPT മാത്രമല്ല, വേറെയും കുറെ ടൂൾസ് ഉണ്ട്. ChatGPT ഇല്ലാഞ്ഞപ്പോ പോലും കോഡ് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് അവരെ കിട്ടുമായിരുന്നു. കുറേ സൈറ്റും കുറേ കാര്യങ്ങളിൽ നിന്നും കോപ്പി പേസ്റ്റ്. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ പോയാൽ ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ കാര്യം വർക്ക് ചെയ്തെടുപ്പിച്ചാൽ മതിയായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോയിട്ടുള്ളതുകൊണ്ട് പറയുക അല്ല, എല്ലാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ AI കൂടി വന്ന സ്ഥിതിക്ക് കോഡ് ചെയ്യുന്നവരെ വേണ്ട. പക്ഷെ അത് പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈയിങ് ടു സേ. എനിക്ക് അപർണ വർക്ക് ചെയ്ത് ഇൻഫോസിസിൽ, അത് 5.5 കൊല്ലം അപർണ ഇൻഫോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ എഞ്ചിനീയേഴ്സിനെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപർണയ്ക്ക് അറിയാം, എഞ്ചിനീയേഴ്സിന്റെ മൈൻഡ് സെറ്റ് അപർണയ്ക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഓൾസോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഡൽ ടെക്നിക്കലിലാണ് +1 +2 പഠിച്ചത്. അവിടെ അവർ മറ്റേ വൊക്കേഷണൽ അല്ലെങ്കിൽ IHRD അല്ലേ, മറ്റേ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഇങ്ങനത്തെ മറ്റേ കോർ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച പലർക്കും എന്നേക്കാളും സ്കില്ലുണ്ട്. അപ്പം എന്താ, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാഞ്ഞിട്ടാണോ അല്ലെ കോളേജിൽ നിന്ന് പഠിപ്പിക്കാഞ്ഞിട്ടാണോ? അല്ല, അവർക്ക് അതിനുള്ള എബിലിറ്റിയും അവർക്ക് അതിനുള്ള ആഗ്രഹവും ആവശ്യവും ഉള്ളതുകൊണ്ട് അവർ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ BCAക്ക് പോയി, അവർ എഞ്ചിനീയറിങ്ങിന് പോയി. ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് കോഡിങ്ങിലായിരുന്നു ഇഷ്ടം, ആ സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അവർ എഞ്ചിനീയറിംഗിലായിരുന്നു ഇഷ്ടം, അവർ ആ സ്കില്ല്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. ക്യൂരിയോസിറ്റി ആണ് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ക്യൂരിയസ് ആയിട്ടുള്ള മാത്രമേ നല്ലൊരു എഞ്ചിനീയേഴ്സായി മാറാൻ പറ്റുള്ളൂ. കാരണം ഈ ക്യൂരിയോസിറ്റി എന്നല്ല എല്ലാം ഉണ്ടായത്. ഇപ്പോഴും ക്യൂരിയസ് അല്ലേ, ഭൂമി എങ്ങനെ ഉണ്ടായി? ആപ്പിൾ തലേ വീണപ്പോൾ ഇതെങ്ങനെ? ആ ക്യൂരിയോസിറ്റിയിലാണ് എല്ലാം ജനിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് റിയലൈസ് ചെയ്യണം എന്താണ് സ്കിൽ എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്കിൽസാണ് ആവശ്യം. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ അക്കാഡമിക്കിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ഞാൻ നോക്കുന്നത് ഈ കൈൻഡ് ഓഫ് സ്കിൽസ് ഉണ്ടാവുന്ന എന്നുള്ളതാണ് ഞാൻ നോക്കുക. ഓക്കെ, ആ സ്കിൽസാണ് ആവശ്യം. ഇപ്പോൾ അപർണ ഇൻഫോസിസിൽ ആലോചിച്ച് നോക്കിക്കേ, അപർണയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു അടിപൊളി കൊളീഗ്സ് ഉണ്ടാവും. ആ കൊളീഗ്സിന് ജസ്റ്റ് അപർണ പോയാൽ മതി, ഈ സ്കിൽസ് ഒക്കെ അവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നതാണ് അല്ലേ? ആ സ്കിൽസാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടത്. ഓൾസോ ഇപ്പം നമ്മൾ ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് അവർ എന്നെ ഇൻഫോസിസിൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഓവർ സ്മാർട്ട്നെസ് കൊണ്ടാണോ എന്നറിയത്തില്ല, കോഡ് എഴുതിപ്പിച്ചായിരുന്നു. പക്ഷെ ഞാൻ ആമസോണിൻ്റെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവർ സെനാരിയോ തരും, അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തിനാ ഇവിടെ ചോദിക്കുന്നത്. അപ്പം പിന്നീടാണ് അതെനിക്ക് മനസ്സിലായത്, ഈ
വർക്ക് പ്രഷർ അല്ലെങ്കിൽ നമ്മൾക്ക് ആ കോഡ് നമുക്ക് എഴുതാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ സിനാരിയോ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർക്ക് അറിയേണ്ടത്. ബിക്കോസ് എവ്രിബഡി ക്യാൻ ഡൂ ദ ജോബ് ബിക്കോസ് ഇൻ്റർനെറ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇന്നത്തെ കാലമല്ലേ. പക്ഷെ നമ്മൾ ആസ് എ ഹ്യൂമൻ അതിൽ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ 50,000 സാലറികൾ ജോലിക്ക് പോകും എന്നുള്ളത് വാശി പിടിക്കുന്നത് എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന വലിയ തെറ്റാണ്. പൈസ കിട്ടിയില്ലെങ്കിലും പോകണം, ലേൺ ചെയ്യണം. കാരണം ഞാൻ +2 തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളതുകൊണ്ടും ടീച്ചിങ് സ്കില്ലുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് നല്ലൊരു ടീച്ചറായി മാറാൻ പറ്റിയത്. ഞാൻ ലാസ്റ്റ് 2 years ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഓൺടർപ്രണർഷിപ്പാണ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന 8 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഐ ആം ദ ഫൗണ്ടർ ആൻഡ് CEO. ഒരു ഫൗണ്ടർ ആൻഡ് CEO ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രോജക്ട്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്നിൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി വന്ന സ്കിൽസാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ലൊക്കെ. ഇത് ഞാൻ ഒരു സ്ഥലത്തും ട്രെയിൻഡ് അല്ലായിരുന്നു. എനിക്ക് മൾട്ടി ടാസ്കിങ് സ്കില്ലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ശേഷം എനിക്ക് മൾട്ടി ടാസ്കിങ് സ്കില്ലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ എന്തൊക്കെ സ്കിൽസ് എനിക്കുണ്ട്, എന്തൊക്കെ സ്കിൽസ് എന്നിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. സ്റ്റിൽ ഐ ക്യാൻ ഫീൽ many more skills are developing inside me. Many more. ഇപ്പോഴും ഇങ്ങനെ സ്കിൽസ് ഡെവലപ്പ് ആൻ ഐ ക്യാൻ ഫീൽ ദാറ്റ്. ഡെഫിനറ്റ്ലി, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് അതിലേക്ക് നിൽക്കണം, വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ 4 കൊല്ലം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാനും അപ്പുറം ഫിസാറ്റിൽ മീറ്റ് ചെയ്തു. എത്ര മനോഹരമായിട്ട് ആ ഒരു കുട്ടികൾ ആ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. സത്യം അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് എന്നുള്ളതിലുപരി ഇതിനെക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്യുകയും ഇതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായി വരികയും ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അവരുടെ മൈൻഡ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർക്ക് പ്രഷർ, ടെൻഷൻ, ടൈമില്ല എന്നുള്ളതൊക്കെ ജസ്റ്റ് കംപ്ലയിൻസ് മാത്രമാണ്. ദേ ആർ കംപ്ലൈനിങ് ടു ദംസെൽവ്സ്. ഓക്കെ, അതൊന്നും ആരുടെ കംപ്ലൈൻ്റ് ആയിട്ട് കാര്യമല്ല. ബിക്കോസ് എനിക്കും അപർണയ്ക്കും ഡോക്ടർ APJ അബ്ദുൽ കലാമിനും മദർ തെരേസയ്ക്കും എല്ലാവർക്കും ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു 24 hours അല്ലേ? പിന്നെന്താണ് വ്യത്യാസം? എങ്ങനെ അവർ ടൈം മാനേജ് ചെയ്തു, എങ്ങനെ അവർ ഫ്യൂച്ചറിനെ നോക്കിക്കണ്ടു, എങ്ങനെ അവർ വർക്ക് ചെയ്തു, അവരെങ്ങനെ മീൻസ് ഹാർഡ് വർക്കിലുപരി ഹാർഡ് സ്മാർട്ട് വർക്ക് അവരെങ്ങനെയാണ് ചെയ്തത്. കാരണം ഹാർഡ് വർക്കിൻ്റെ കാലം കഴിഞ്ഞു പോയി. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ സ്മാർട്ട് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ സ്മാർട്ട് പ്രോഡക്ട്സിൻ്റെ മീൻസ് സ്മാർട്ട് പ്രോഡക്ട്സ് കയ്യിലുള്ള സമയത്ത് നമ്മൾ കൂടുതൽ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട. ഹാർഡ് പ്ലസ് സ്മാർട്ട് വർക്ക്, ഹാർഡ് സ്മാർട്ട് വർക്കാണ് ഇനിയുള്ള ഫ്യൂച്ചർ. കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ എനിക്ക് എഞ്ചിനീയറിംഗിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രോബ്ലം സോൾവ് ചെയ്യുക തന്നെ വേണം. കാരണം അവിടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ജിമ്മിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് 10 റൗണ്ട് ഓടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കറക്റ്റ് സ്ഥലത്തിടണം. അതാണ് ലൈക്ക് ഇൻക്ലൂഡിങ് മീ. ആ ഒരു ലേണിംഗ് കർവ് വരണം. നമ്മൾ എവിടെ ഹാർഡ് വർക്ക് ഇടുന്നു എന്നുള്ളതിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ചുമ്മാ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ഓൾസോ ആഡിങ് ടു ദാറ്റ്, നമ്മളിപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം. ഈ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അവേഴ്സ് ഓഫ് എന്താ പറയുക ക്ലാസ്സസ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുത്തി നിറച്ച സബ്ജക്റ്റുകളില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന അത്രയൊന്നും അവിടെയുള്ള ആ പ്രായക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പ്രിയങ്ക ചോപ്രയുടെ ബയോഗ്രഫി വായിച്ചപ്പോൾ പുള്ളിക്കാരി അതാണ് പറഞ്ഞത്. ഇവിടുന്ന് എത്രയോ ക്ലാസ് വരെ പഠിച്ചിട്ട് അങ്ങോട്ട് പോയത്. അവിടെ പോയപ്പോൾ ഭയങ്കര സ്മാർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്, ഒന്നും കൂടെ ചുമ്മാ റിവൈസ് ചെയ്യുന്ന പോലെ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് പൊതുവേ ഒരു സംസാരമാണ് ഇത് മാറ്റണം എന്ന്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ ആണ്. സീരിയസ്ലി എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് അട്ടർ ഫെയിലിയർ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് കംപ്ലൈൻ്റ് ഒരു കാര്യമില്ല, പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈനിൽ ഇപ്പോൾ നമുക്ക് 2 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് KTUവിൻ്റെ എക്സാം ബേസ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ വലിയ കോസ്റ്റും ഇല്ല, ഈസി ആയിട്ട് പരിപാടി നടക്കും. ഓക്കെ, പക്ഷെ ഞങ്ങൾ അതല്ല ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് റിയൽ എഞ്ചിനീയറിംഗാണ് പഠിപ്പിക്കുന്നത്. എന്താണോ സിലബസ് പറയുന്നത് ആ സിലബസിന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചില ടോപ്പിക്സ് എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം എക്സാമിന് ചോദിക്കാത്ത കാര്യം എന്തിനു കുട്ടി പഠിക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കേണ്ട മക്കളെ, നിങ്ങളിതൊന്നും പഠിക്കണ്ട, ഓക്കെ, അതുകൊണ്ട് ഞാനും പഠിപ്പിക്കുന്നില്ല. അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യത്തേയില്ല. സിലബസ് എന്താണോ അത് കൃത്യമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കും. അത് എക്സാമിന് ചോദിക്കോ ഇല്ലേ എന്നുള്ള സെക്കൻഡറി. എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് എ ടെസ്റ്റ്. ഓക്കെ, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഈ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ആക്ച്വലി എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്.
100 എഞ്ചിനീയറിംഗ് കോളേജസ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൺടർപ്രണർഷിപ്പ് ലെക്ചേഴ്സ്, അങ്ങനെ ലെക്ചർ വന്നപ്പോൾ ഞാൻ അവരുടെ ഫിസാറ്റിൽ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള മാസ്റ്റർ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച്, ഓൺടർപ്രണർഷിപ്പ്, അതേപോലെ മീഡിയ ഡിസൈൻ, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കോഴ്സസ്, മാത്തമാറ്റിക്സ് ഫോർ AI, അങ്ങനെ ഒരുപാട് കോഴ്സസ് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് നോർമലി പഠിക്കുന്നതിൻ്റെ കൂടെ കുട്ടികൾ പലപ്പോഴും പൈത്തൺ, ജാവ, C++ ഒക്കെ പഠിക്കാൻ പോകും. അതിൻ്റെ കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ കോഴ്സസ് ഉണ്ട്. അതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അണ്ടറിലാവണം. കാരണം ഇപ്പോൾ ജനിക്കുന്ന കുട്ടി പോലും കയ്യിൽ ഫോണായിട്ട് വരുന്നത്. ഇപ്പോൾ AI വീഡിയോസ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് ചില കുട്ടികളുടെ വീഡിയോ. എന്ത് രസം അത്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കേ, ഇത് റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ. കുട്ടികൾ ഇങ്ങനെ പറയുന്നു, കുട്ടികൾ വ്ലോഗ് ചെയ്യുന്നു, ബ്യൂട്ടിഫുൾ. അപ്പോ ഇത് ഒരാൾ ചിന്തിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാലം മേ ബി വന്നേക്കാം, അല്ലേ? മേ ബി വന്നേക്കാം. കാരണം വെച്ചാൽ അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, അപർണയ്ക്ക് എപ്പോഴാണ് ഫോൺ കൈ കിട്ടിയത്? ഞാനൊരു കോളേജൊക്കെ +2 ഒക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു. അല്ലേ? അതെ അതെ അതെ. എനിക്ക് കോളേജിലെ ഫോൺ കൈ കിട്ടിയത്. ഇപ്പൊ കുട്ടി ഫോണില്ലാതെ പഠിക്കില്ല. സത്യം. ഒന്നാമത് ആ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ലാപ്ടോപ്പും ഫോണും ഒന്നും ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നായി. ഇപ്പൊ 1ാം ക്ലാസ് തൊട്ട് ക്ലാസ് ഉണ്ടെന്ന് ഓൺലൈനില്. 1ാം ക്ലാസ് തൊട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇപ്പൊ കൊച്ചു കുട്ടികൾ പോലും ഇപ്പൊ ഫോൺ കയ്യിലല്ലാതെ ഒരു ഭക്ഷണം പോലും കഴിക്കില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെ കാർട്ടൂൺസ് കാണണം. ഇപ്പൊ നമ്മൾ കണ്ട് TV-യിലാണെങ്കിൽ അവർക്ക് TV ഒന്നും പറ്റില്ല, അവർക്ക് ഫോണിൽ തന്നെ കാണണം. അതൊരു കൈൻഡ് ഓഫ് അഡിക്റ്റീവ് ആണ്. അത് ഡിജിറ്റൽ ഓട്ടിസത്തിന് വരെ കാരണമാകുന്നുണ്ട് അങ്ങനെയുള്ള കേസ്. അത് ഭയങ്കര സ്കേറി പാർട്ടാണ്. പക്ഷെ ഇതിന്റെ വേറൊരു ബെനിഫിഷ്യൽ പാർട്ടും ഉണ്ട്. അതായത് കുട്ടികൾ ഫ്രം ദി ഇനിഷ്യൽ സ്റ്റേജസിലായിട്ട് ടെക്നോളജി എക്സ്പോഷർ ഉണ്ടാവുക. ഓക്കെ, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരിയർ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത്, മീൻസ് കുട്ടികൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ക്രിയേറ്റ് എടുക്കുന്ന ചാൻസ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് പാരന്റ്സ് ഭയങ്കര ശ്രദ്ധിക്കണം, അവർ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ആക്സസിബിൾ ആണ്. അതെ, ആ ഇന്റർനെറ്റിൽ ഇപ്പം 3ാം ക്ലാസ്സുകാരൻ അറിയേണ്ടതിലും അപ്പുറം കാര്യങ്ങളാണ് ഇന്റർനെറ്റിലുള്ളത്. അപ്പൊ എന്തവർ കാണുന്നു എന്നുള്ളത് ഈ പാരന്റിന്റെ ഒരു ഇതിലല്ല എന്നുണ്ടെങ്കിൽ അത് കൈവിട്ട് പോകും. ഇപ്പൊ ഏടെ വരവോടുകൂടി ഇപ്പോ എന്ത് കാര്യങ്ങളും അതിപ്പം പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു ഡാർക്ക് സൈഡാണോ ബ്രൈറ്റ് സൈഡാണോ എന്നുള്ളതിൽ അല്ല കാര്യം. എന്ത് ചോദിച്ചാലും ഉത്തരം ഇപ്പൊ കിട്ടും. ഇപ്പൊ എനിക്കൊരു ബാങ്ക് കൊള്ളയടിക്കണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എനിക്കിപ്പോ പറഞ്ഞുതരും, എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാങ്ക് മനസ്സിലായോ? കാലം അങ്ങോട്ട് പോയി. എന്തിനും ഏതിനും ഇന്റർനെറ്റില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം അപർണയിലും ഞാനായാലും എന്താ ചെയ്യുക, നമുക്കൊരു കാര്യം അറിയണം, അല്ലെങ്കിൽ ഒരു വേർഡിന്റെ മീനിങ് അറിയണം, അല്ലെങ്കിൽ ഇപ്പോൾ വഴി അറിയണം, നമ്മൾ എന്താ ഇന്റർനെറ്റിലെ ഡിപ്പെൻഡ് ചെയ്യുക. കുട്ടികൾക്ക് നാളെ ഇന്റർനെറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വരും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ഫോമൽ ലെറ്റർ എഴുതിയിരുന്നു വെച്ചാൽ നമ്മൾ ചിന്തിച്ചെഴുതിയിരുന്നു. ഇന്ന് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? മാറ്റർ അടിച്ചു കൊടുക്കും, ChatGPT പ്ലീസ് റൈറ്റ് എ ഫോർമൽ ലെറ്റർ. ഓക്കെ, താങ്ക് യു, കഴിഞ്ഞു, കോപ്പി പേസ്റ്റ് കഴിഞ്ഞു. ഇത് നമ്മൾ ചിലര് വായിച്ചു പോലും നോക്കത്തില്ല. ബ്രാക്കറ്റിൽ പ്ലീസ് എൻ്റർ ദ നെയിം ഓഫ് ദ പേഴ്സൺ യുവർ, അതൊന്നും ഇല്ല, നേരെ അങ്ങോട്ട് അയച്ചു കൊടുക്കും ചിലര്. ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അതെ, അതാണ് ഇതിന്റെ ഒരു ഡാർക്ക് ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞുകൊണ്ട് വരുക. ചിന്തിക്കൽ ശേഷി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും ഇത്ര കാലം പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് ഒരു അത്യാവശ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾ ഫ്രം ദ സ്കൂൾ ഡേയ്സ് ഇത് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവർക്ക് ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ അസൈൻമെന്റ് എഴുതുമ്പോൾ ഒന്നിൽ നമ്മൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും എഴുതും, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതുന്ന കോപ്പി അടിച്ച് ചെയ്തു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, ഒരു മെനക്കേട് ഇല്ല, ടൈപ്പ് ചെയ്യുക, സാധനം എത്തി. അല്ല, ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആയിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അവർ ബോർഡ്സ് നോക്കും, അല്ലെ എവിടെ എത്തിയെന്ന് നോക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ട് ഓർത്ത് വെക്കും, ഇന്ന സ്ഥലം കഴിഞ്ഞിട്ടായിരുന്നു അത്. നമ്മളെന്താ മാപ്പിലിട്ടിട്ട് ഇവിടെ ഇപ്പം ഏത് സ്ഥലം എത്തി നോക്കും. അങ്ങനെയല്ലേ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അത് തന്നെ ഒരു വലിയ ഡിഫറൻസ് ആണ്. മൊബൈൽ നമ്പർ ഓർത്തിരിക്കുന്നില്ല നമ്മള്, മൊബൈൽ നമ്പർ ഓർത്തിരിക്കുന്നില്ല. അതെ 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 അതെ, സത്യം. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട്, ഞാൻ ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്യുന്നതാണ്. ഞാൻ നമ്പേഴ്സൊക്കെ ഞാൻ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യും. എനിക്കിപ്പം മേ ബി എൻ്റെ നമ്പർ പോലും കൺഫ്യൂഷൻ ആയി, 2 ആണോ 3 ആണോ 6 ആണോ 9 ആണോ, എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പം കാരണം എന്താ, ഇത് നമുക്കുണ്ടായെങ്കിൽ നാളത്തെ ഫ്യൂച്ചറിന് ഇത് ഉണ്ടാവും. ഇത് ഉണ്ടാവുന്നത് കൊണ്ട് നാളെ പല ജോബിനും കേപ്പബിൾ അല്ലാത്ത ആൾക്കാരായി മാറും കുട്ടികൾ. ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ സ്വന്തമായിട്ട് തിങ്ക് ചെയ്ത് എഴുതി പഠിക്കണം.
അത് അവർ പറഞ്ഞാലും ചെയ്യില്ല. കാരണം എല്ലാവർക്കും വേണ്ട എന്താണ്, ഈസി ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കണം, അതല്ലേ? അതെ, മറ്റേ ഈയിടെ ഒരു പുള്ളിക്കാരി പറഞ്ഞ പോലെ AI നമ്മളുടെ ജോലിയല്ല, നമ്മളുടെ ജോലിയെ AI ഈസി ആക്കുന്ന വിധം അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആസ് എ ഹ്യൂമൻ നമ്മളുടെ മിടുക്ക് വരുന്നത്. അതെ അതെ. ഇപ്പൊ തന്നെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ, കമ്പനീസിലെ AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഒരു അഭിപ്രായം. അതായത് അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷേ AI യൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടന്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു 5 കണ്ടന്റ് റൈറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, AI വരവോടുകൂടി 5 കണ്ടന്റ് റൈറ്ററിൻ്റെ ആവശ്യം കമ്പനിക്കില്ല. ഒരു 2 3 മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ട് 5 കണ്ടന്റ് റൈറ്റർ വരുന്നത്? കാരണം അവർ ചിന്തിക്കണം, അവർ എഴുതണം, അത് വീണ്ടും റിവ്യൂ ചെയ്യണം. ആ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ജോബ് പോയേക്കും. പക്ഷേ അവിടെയും നല്ലൊരു കണ്ടന്റിനെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ആൾക്ക് അപ്പോഴും ചാൻസ് ഉണ്ട്. വെറുതെ അടിച്ചു കൊടുത്ത് സാധനം വരുന്ന അല്ലല്ലോ. അതിൽ കൃത്യമായ പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് വേണ്ട അതിൽ റീ എഡിറ്റ്സ് വരുത്തി ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ആൾക്കാർക്ക് ജീവൻ കൊടുക്കണം. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ റീല് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണല്ലോ ഞാൻ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രാൻഡ് കൊളാബറേഷൻ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ ChatGPT യൂസ് ചെയ്യില്ലെന്ന് പറയുന്നില്ല. കാരണം ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ലെങ്തി അല്ലേ, ഇരുന്ന് ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ പറയുകയാണ് എനിക്കൊരു ചായപ്പൊടിയുടെ പരസ്യമാണ്, എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതിത്താ. അവർ മറ്റേ ബേസിക് ഓരോ ഫോർമാറ്റിൽ ഒരു 5-6 എണ്ണം എഴുതരും. അത് ഞാൻ ചെയ്താൽ ആകുമോ? ഇല്ല. പക്ഷെ ഞാൻ ഇരുന്നിട്ട് പറയാണ്, സോ എൻ്റെ കൺസെപ്റ്റ് ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത്, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഫണ്ണാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് ഫൺ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആഡ് എലമെൻറ്റ്സ്, കുറേ കോഡ്സ് അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ഒക്കെ ഞാൻ കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പറയുമ്പോൾ they will make a beautiful script. അപ്പോൾ എന്താ, നമ്മൾ അതിനെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അപർണയ്ക്ക് സേവ് ആയത് ടൈമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ കമ്പനീസിന് കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം. ഇപ്പം ഞാൻ നമ്മുടെ ഫ്രാങ്ക്ലിസ് ലെക്ചേഴ്സ് ടീമിനോട് പറയുന്ന കാര്യമുണ്ട്, മൂവ് ഫാസ്റ്റർ, മൂവ് പോസിറ്റീവ് എന്നാൽ എപ്പോഴും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു AI ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരുപാടധികം ഫാസ്റ്റ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഏതൊരു പാരഗ്രാഫും AI ആണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൃത്യമായിട്ടും അറിയാം അത് AI ജനറേറ്റഡ് ആണെന്ന്. അതിൽ പക്ഷെ കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന് ഇൻപുട്ട് വേണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ ഹ്യൂമൻ ഇന്റലിജൻസ് ആണോ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആൾക്കാർ ഒരിക്കലും പറയാനുള്ള ഇട വരരുത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻസിന്റെ ആവശ്യം ഇല്ലാണ്ടായി ലോകത്ത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ AI ക്രിയേറ്റ് ചെയ്തത് മനുഷ്യനല്ലേ? അപ്പൊ എങ്ങനെയാണ് മനുഷ്യനേക്കാളും സുപ്പീരിയർ AI ആവുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലൈക്ക് ഹ്യൂമൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ അമ്മയാണ് ഒരു കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്തത്, അമ്മയൊക്കെ വലുതാവില്ല കുഞ്ഞെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഹ്യൂമൻസ് AI ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇറ്റ്സ് എനിക്ക് ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി സ്കേറി. കാരണം അത് ഇപ്പൊ പറഞ്ഞ പോലെ 5 പേരുടെ ജോലി 3 പേർക്കായിട്ട് കുറയുമ്പോൾ 2 പേരെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 2 പേര് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളത് കാരണം അവര് അതിൽ ടോപ്പ് ആവേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ AI യൂസ് ചെയ്തോ AI യൂസ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസും സെപ്പറേറ്റ് ആക്കാതെ ഹ്യൂമൻ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയവർക്ക് ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. വെരി ബിഗ് ഫ്യൂച്ചർ ഉണ്ട്. അല്ലാതെ ഹ്യൂമൻ ഇൻ്റലിജൻസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമായിട്ടോ അവർക്ക് ഉറപ്പായിട്ടും ജോലി പോകും. പക്ഷെ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വർക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, അവർക്ക് മോർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ജനറേഷൻ വരേണ്ടതുണ്ട്. ശരിയാ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ സ്കിൻ കെയറിന്റെ ഒരു ഏരിയയിൽ ഇപ്പൊ കൊറിയൻ അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്കിൻ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ്, ഔട്ട്ഫിറ്റ്, നമുക്ക് അപ്പം ചെയ്യാൻ പോകുന്ന സ്പാ ഏതാണ്, ഹെയർ കട്ട് ഏതാണ് എല്ലാം. പക്ഷെ അവർ AI യൂസ് ചെയ്യുന്നു. അവരുടെ സ്കില്ലിനോ ജോലിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ വാട്ട് എവർ ദേ ആർ ഡൂയിങ്. പക്ഷേ ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് AI ഫോർ ദിസ്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ അട്രാക്റ്റീവ്. അവിടെ ഒരു സാധനമുണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കിട്ടും, അവരതെല്ലാം ചെയ്തു തരും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ്. കാരണം അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, എഞ്ചിനീയറിംഗിൽ മാത്രമല്ല, സ്കിൻ കെയർ, ഹെയർ കട്ട് എല്ലാത്തിലും ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് AI. അതെ,
ChatGPT അതെ എൻ്റെ ഡയറ്റ് ഓക്കെ ആണോ ChatGPT എന്ന് ചോദിക്കാൻ പറ്റും. ഇതിൽ എത്ര കാലറി ഉണ്ട്, എൻ്റെ ഫാറ്റ് എത്രയായി, ഇതാ എല്ലാം ചോദിക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ ഹെൽത്ത് ന്യൂട്രീഷൻസ് സപ്ലിമെൻറ്റ്സ് അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇവർക്ക് അതിൻ്റെ ഹെൽപ്പോട് കൂടി മറ്റ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നവർക്ക് ഇത് ഫാക്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ നമുക്ക് അവരെ കളഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് യൂസ് ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മളുടെ മെൻറ്റാലിറ്റിയിലൊരു ഇതുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണോ സംസാരിക്കുന്നത്? ഇപ്പോൾ സർജറി ചെയ്യുമ്പോൾ പോലും റോബോട്ട്സ് സർജറി ചെയ്യുന്നില്ലേ, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഒരു റോബോട്ട് സർജന്റെ കൊണ്ട് ബോഡി കൊടുക്കാൻ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് റോബോട്ടിക് സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറില്ലാതെ ആരെങ്കിലും സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം അത് ലൈഫിൻ്റെ കാര്യമാണ്. റോബോട്ട് എന്ത് കുന്താന്ന് പറഞ്ഞാലും അവിടെ ഒരു ഡോക്ടറില്ലാതെ അത് സമ്മതിക്കത്തില്ല. പിന്നെ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലാണ് റോബോട്ടിക് സർജറി ആണെങ്കിലും നടത്തുന്നത്. അല്ലെങ്കിൽ ആരും സമ്മതിക്കത്തില്ല അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ചെയ്താലും കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പോഴാണ് പിന്നെ റോബോട്ട് ജീവനില്ലാത്ത ഇമോഷൻ ഇല്ലാത്തൊരു സാധനം ചെയ്യുന്നത്. ഡോക്ടേഴ്സിന് അറ്റ്ലീസ്റ്റ് ഇമോഷൻ എങ്കിലും ഉണ്ടല്ലോ. കാരണം ഇത് സെറ്റ് ഓഫ് കോഡ്സ് ആണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു മെഷീൻ ഇറ്റ് സെൽഫ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അതാണ് ഇതിൻ്റെ ഒരു ടഫ് പാർട്ട് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അത് നമ്മുടെ സിനിമയില്ലേ എന്തിരൻ, അത് എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയതാ അല്ലേ? പക്ഷെ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആണ് ആ മൂവി. സത്യം. അതുപോലെ മറ്റേ രാവൺ, മറ്റേ ഷാറുഖ് ഖാന്റെ ഒരു സിനിമയിലായിരുന്നോ, മറ്റേ അർജുൻ റംവാൽ മറ്റേ ചമ്മക്ചല്ലോ, അതും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ? അതിനകത്ത് എന്തായിരുന്നു എന്തൊക്കെ. പക്ഷെ എന്തിരൻ ഭയങ്കര സർപ്രൈസിങ്, ഭയങ്കര ഇനി ദൈവമേ ഇനി ഗോസ്റ്റ് പ്രേതം ഇതായിട്ടൊക്കെ വരുമോ? രണ്ടാമത്തെ പാർട്ടിൽ അങ്ങനെ അല്ലായിരുന്നോ, മറ്റേ അക്ഷയ് കുമാറിന്റെ പ്രേതമൊക്കെ ആയിരുന്നു. പിന്നെ ഓ മൈ ഗോഡ്. പിന്നെ ഈ എ ഒന്നും ഇപ്പോഴൊന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. എ ഒക്കെ 1950s ഉണ്ട്. 1950s ഉണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവും. വെരി ഷോക്കിംഗ്. അന്ന് നല്ലൊരു കമ്പ്യൂട്ടർ പോലും ഇല്ല. അന്നത്തെ കമ്പ്യൂട്ടറൊക്കെ ഒരു റൂമിന്റെ സൈസ് ഉണ്ട്. ആ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പം ഈ എ എപ്പോഴാണ് ഫേമസ് ആയത്? ChatGPT വന്നതിന് ശേഷം. അതിനുശേഷമാണ് എ ഫേമസ് ആവുകയും ഒരുപാട് കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഒഴുകാൻ തുടങ്ങിയതൊക്കെ. അപ്പം കമ്പാരിറ്റീവ് ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വർഷം എഞ്ചിനീയറിംഗ് നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എണ്ണം കൂടി. അതിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പോയി കമ്പ്യൂട്ടർ സയൻസ് ആണ്, എ മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്. ഇത് 1950s സിറി യൂസ് ചെയ്തിട്ടില്ലേ അപർണ? ഓക്കെ, ഈ സിറി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് ആക്ച്വലി ആ കമ്പനീനെ ആപ്പിൾ സ്റ്റീവ് ജോബ്സിന്റെ കാലത്ത് അക്യൂർ ചെയ്തതാണ്. ഓക്കെ, ആ കാലത്ത് സിറി എന്ന് പറയുന്ന ടെക്സ്റ്റ് ടു വോയിസ് ടൂളാണ്. ടെക്സ്റ്റ് ടു വോയിസ്, വോയിസ് ടു ടെക്സ്റ്റ് അതാ സിറിയിൽ. അപ്പം നമ്മളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് റിപ്ലൈ തരുന്നില്ലേ? അത് ആ കാലത്ത് അക്യൂർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് പണ്ടേ ഉള്ള ടെക്നോളജിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇനി മുമ്പോട്ട് പോകുമ്പോൾ ടെക്നോളജി എത്ര വലുതാവും. അതെ. അല്ല, ഞാൻ 2018 പാസ് ഔട്ടാണ്. എനിക്ക് 3 വർഷത്തെ BCA കോഴ്സിൽ AI പഠിക്കാനുണ്ടായിരുന്നു. അതിന് എന്താ കുന്തം, എന്തോ പഠിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് ഇതൊക്കെ ഞാൻ പഠിച്ചായിരുന്നല്ലോ, ഇതായിരുന്നു അങ്ങനെയൊക്കെ. ലൈക്ക് വി ഹാവ് ടു ലൈക്ക് അങ്ങനെ എന്തോ അതിൻ്റെ ഉള്ളിലുള്ള കുറേ മറ്റേ ഇങ്ങനെ വട്ടം വരച്ചിട്ട് കുറേ അൽഗോറിതം മറ്റേ കുറേ കുന്തം ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അന്ന് പഠിച്ചത് ഇതായിരുന്നു അല്ലേ എന്നുള്ള റിയലൈസേഷൻ വരുന്നത്. ശരിയാണ്, എല്ലാത്തിനും അപ്രിസിയേഷനും റെക്കഗ്നീഷനും കിട്ടുമ്പോഴേ ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളത് വരുള്ളൂ. പക്ഷെ അതൊന്നും ആദ്യം ആ കാലത്തൊന്നും ആരും ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എത്ര ടെക്നോളജീസ് ഉണ്ട്. അത് സ്റ്റുഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കാര്യം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വെരി ഫാർ ആൻഡ് ഐ ഡോണ്ട് നോ ഫാർ ആണോ അല്ലയോ എന്ന്. എലോൺ മസ്ക് ഓർ സുന്ദർ പിച്ചൈ? എലോൺ മസ്ക്. ആണോ? വൈ? ബിക്കോസ് സുന്ദർ പിച്ചയായിട്ട് ഒരിക്കലും എലോൺ മസ്കിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഫാർ ബട്ട് സ്റ്റിൽ. ഇലോൺ മസ്ക് വേറെ തന്നെ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എത്ര കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ CEO. ഓക്കെ, ഗൂഗിൾ വലിയ കമ്പനി തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഗൂഗിളിന്റെ CEO ആയി എന്ന് പറയുമ്പോൾ ഒരു IITian. പക്ഷെ ഇലോൺ മസ്ക് എന്ന് പറയുന്ന സമയത്ത് എത്ര കമ്പനീസ് ആണ്. ഇലോൺ മസ്കിന്റെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ട്വീറ്റ്സ്, ഇലോൺ മസ്കിന്റെ ലൈഫ്,
ഇലോൺ മസ്കിൻ്റെ കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യും. എൻ്റെ വൺ ഓഫ് ദ റോൾ മോഡലാണ് ഇലോൺ മസ്ക്. ഒക്കെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇലോൺ മസ്കിൻ്റെ ഒരു വീഡിയോ ഞാൻ നോക്കി റെഫർ ചെയ്തിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കംപ്ലീറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറെ ഒന്നും വരാറില്ല. കംപ്ലീറ്റ് ഇത് ടെക്നോളജി അതേപോലെ ഈ ഓൺടർപ്രണേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് വരാറുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യം സ്ട്രൈക്ക് ആവുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. ഇത് പഠിക്കാൻ ഗൂഗിളും AI കൊണ്ടല്ലോ ഞാൻ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ഇലോൺ മസ്കിനെ കുറിച്ച് എഴുതിയൊരു ബുക്ക് ഉണ്ട്. ഞാനത് വായിക്കാറുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ റോൾ മോഡലാണ്. കാരണം ഒരു നാസയ്ക്കോ ISROയ്ക്കോ ഒന്നും പറ്റാത്തൊരു സാധനം പുള്ളി എന്താ ഒരു റോക്കറ്റ് ബൂസ്റ്റർ തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യിപ്പിച്ചില്ലേ അല്ലേ? വേറെ ഒരു സ്പേസ് ഏജൻസിക്ക് അത് പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം കടന്നു വന്ന ആ ഒരു വഴി എത്ര ഫെയില്യൂവേഴ്സിനെ മാറി അത് സക്സസ് ആവാൻ ഒരു നെവർ ഗിവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ്. നെവർ ഗിവ് അപ്പ്. ഓക്കെ, എത്ര ഫെയില്യൂവേഴ്സ് ഉണ്ടായാലും ഐ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ കുറേയൊക്കെ എനിക്ക് ഇലോൺ മസ്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ റോൾ മോഡലാണ്. പിന്നെ ഒരു പബ്ലിക് അപ്പിയറൻസ് സുന്ദർ പിച്ചൈക്കാരിൽ ഇലോൺ മസ്കിനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ചില വീഡിയോസ് ഉണ്ട് കണ്ടിട്ടുണ്ടോ, അതായത് ഈ സയൻറ്റിസ്റ്റുകളെ സെലിബ്രിറ്റിയെക്കാട്ടിൽ ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മേരി ക്യൂറിയൊക്കെ വരുന്ന സമയത്ത് എണ്ണീറ്റിന്ന് റെസ്പെക്ട്ഫുൾ ആയിട്ട് പ്രൈസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇലോൺ മസ്ക് അങ്ങനെയല്ലേ? ഇലോൺ മസ്ക് വേദിയിൽ വരുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു കയ്യടി ആയിക്കോട്ടെ, ബിക്കോസ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ഹിം അല്ലേ? അതായത് മാർസിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ, അതിൻ്റെ എക്സിക്യൂഷൻ. ഈസ് എ ഗ്രേറ്റ് മാൻ. സത്യം. അല്ല, ഐ അഗ്രി. ഞാൻ അതാ പറഞ്ഞത്, ദിസ് ഓർ ദാറ്റ് ഇസ് എ ഫാർ എൻഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ചോദിക്കാമെന്ന് വിചാരിച്ചത്. ബിഗ് ബാങ് തിയറിയുടെ ഫാനാണോ അപ്പം? മറ്റേ സീരീസ് ഞാൻ സീരീസ് ബിഗ് ബാങ് തിയറി കണ്ടിട്ടില്ല. പക്ഷെ ഐ തിങ്ക് യു വിൽ ലവ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഫിസിക്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. ദർ ഇസ് എ ലോട്ട് ലൈക്ക് കോമഡി, അങ്ങനെ ഒരു സിറ്റ്കോം ആണ്. ബട്ട് സ്റ്റിൽ ഐ ലവ് ഇറ്റ്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി ഇഷ്ടമായിരിക്കും. എനിക്ക് പൊതുവെ സയൻസ് ഫിക്ഷൻ ഇഷ്ടമാണ്. ഞാൻ ബിഗ് ബാങ് തിയറി എൻ്റെ അടുത്ത് കുറേ പേര് ഇതേപോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണണം വിചാരിക്കും, പക്ഷെ കാണാൻ പറ്റിയിട്ടേ ഇല്ല. പക്ഷെ കാണണം. എൻ്റെ അടുത്ത് ഈ സജസ്റ്റ് ഉള്ള ബിഗ് ബാങ് തിയറി, ഷെൽഡൻ ഇതൊക്കെ എനിക്ക് സജഷൻസ് കിട്ടിയതാണ്. പക്ഷെ ഇത് ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബാങ് തിയറി ഐ തിങ്ക് യു ഷുഡ് വാച്ച്. അതിനകത്ത് കൂടുതൽ ഇവർ ഈ ഫിസിക്സ്, എലോൺ മസ്ക്, അങ്ങനെ എല്ലാരെ കുറിച്ചിട്ടും ഇങ്ങനെ സംസാരിക്കുന്നു. പുള്ളിക്ക് ലാസ്റ്റ് എൻഡിൽ നോബൽ പ്രൈസ് കിട്ടുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അത് ഇപ്പൊ ഫിസിക്സ് ഇഷ്ടമല്ലാത്തവർക്ക് കണ്ടാലും, എനിക്ക് അയ്യോ എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് ഫിസിക്സ് കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ ഞാൻ പുലിയായിരുന്നു ഫിസിക്സിൽ. ഒന്നും ഇല്ലല്ലോ പഠിക്കാനായിട്ട്. +1 +2 ഇത് ഏത് രാജ്യം എന്നുള്ള അവസ്ഥയായി. പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന മറ്റേ പാരബോള മാത്രം അറിയാം. ഇപ്പോഴും അതേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക്, എന്നിട്ട് ഞാൻ വരെ കണ്ടു. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇവരിങ്ങനെ എന്താ പറയുക, നേർഡ്സ് എന്ന് പറയുന്ന കുറച്ച് ആളുകളുടെ ഇടയിൽ ദേ ആർ നോട്ട് എക്സാക്ട്ലി നേർഡ്സ്, ദേ ആർ വെരി ഫൺ പീപ്പിൾ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ കാണിച്ച് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സംസാരിച്ചപ്പോൾ തോന്നി ചിലപ്പോൾ അത് ഇഷ്ടമായിരിക്കും എന്നുള്ളത്. ആൻഡ് ഞാൻ +2 ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടിയതല്ല, ദൈവമേ എന്തേലും കിട്ടി പാസ്സായാൽ മതി. എന്നിട്ട് B+1 എന്തോ ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഈ ഫ്രാങ്ക്ലിൻ ഒരുപാട് ലെക്ചേഴ്സ് കൊടുക്കുന്ന ആളാണല്ലോ. ഫ്രാങ്ക്ലിനെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തൊരു ലെക്ചർ ഉണ്ടോ? മറ്റൊരാളുടെ സ്വന്തമാണെങ്കിൽ സ്വന്തവും പറഞ്ഞു, മറ്റൊരാളുടെ എന്നെ ഇൻസ്പയർ ചെയ്ത ലെക്ചർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ ടീച്ചറിൻ്റെ തന്നെ. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ എൻ്റെ പ്രൊഫസർ. അത് എന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്ക് പറ്റാതിരിക്കുന്ന സമയത്ത് ഞാൻ സാറിന് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ സാർ എനിക്ക് കുറേ സജഷൻസ് തരാറുണ്ട്. അത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചെയ്ത് ഓക്കെ ഗുഡ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ആളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അദ്ദേഹം അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്കൊരു ക്രിറ്റിക്കൽ സജഷൻസ് തരുന്ന ഒരു സാറാണ് ഡോക്ടർ അരുൺ സുരേന്ദ്രൻ. വേറെ ആരല്ല, എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ലൈഫിൽ ഇൻസ്പയർ ആയിട്ടുണ്ടാവല്ലോ. എന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറക്കിയത് സാറാണ്. കാരണം കോളേജിലെ ഫസ്റ്റ് 3 days ഓറിയന്റേഷൻ ആയിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ. ഈ 3 days വന്നിട്ട് ഈ സാർ ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർഷിപ്പ്. ഞാൻ ആദ്യമൊക്കെ എന്റർപ്രണർഷിപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഓൺട്രപ്രണർഷിപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ടേം ആദ്യമായി ഞാൻ കേൾക്കുന്നത് കോളേജിലെ ഫസ്റ്റ് 3 days
പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു റോക്കറ്റ് സയൻറ്റിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രം ഉണ്ട്. ആ സമയത്ത് യൂട്യൂബൊക്കെ മീൻസ് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ യൂട്യൂബിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ലെക്ചേഴ്സ് ലോകത്തിൽ എവിടെയും കാണാൻ പറ്റും. പിന്നെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സമയത്താണ് കൂടുതൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനി എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടെന്നും അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം 2013 ഓക്കെ. ആ സമയത്ത് വലിയ ടെക്കൊന്നും ഇല്ല, ടെക്ക് പിന്നീടാവുന്നത് 2013-17 ഞാൻ ബിടെക് എന്ന് പറയുന്നത് പഠിച്ച് പാസ്സാവുന്ന ടൈം എന്ന് പറയും. 2019 കോവിഡ് ടൈമാണ് കുറച്ചധികം ടെക് എന്ന് പറയുന്ന കമ്പനീസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്. പക്ഷെ കുറച്ചധികം ടെക് വരാൻ തുടങ്ങിയത് കാരണം അപ്പോഴാണ് ജനങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഓൺലൈൻ ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അതിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ അത് ഓൺലൈൻ ക്ലാസ് നേരത്തെ കൊടുത്തിരുന്നു. ഓക്കെ, കോവിഡിന് മുൻപ് ഞാൻ ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. ഓക്കെ, പക്ഷെ അതിൻ്റെ പൊട്ടൻഷ്യൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈവൻ എഡ്യൂക്കേറ്റേഴ്സ് ആയാൽ പോലും അല്ലെങ്കിൽ പാരൻസ് സ്റ്റുഡൻസ് ഒക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. കോവിഡ് ടൈം പോലും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കോവിഡ് ടൈം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു. ഇത് വർക്കൗട്ട് ആവുമോന്ന് അറിയില്ല. കുട്ടികൾ ഇതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നില്ല. അവർക്ക് ഇതൊരു കളി തമാശയായിരുന്നു. ഇത് പ്രോപ്പറായിട്ട് ടീച്ചേഴ്സിന് ഇത് ഈ ഒരു ടെക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് സിറ്റുവേഷൻ അവർ പഠിച്ചാൽ ചെയ്യുന്നത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതില്ല. ഇപ്പൊ ഏത് ടീച്ചറിന് ഈസി ആയിട്ട് ഓൺലൈൻ ക്ലാസ് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, അപ്പോൾ അപ്പോൾ ടെക്കിൻ്റെയും ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് ടുഡേ. ഓക്കെ, അപ്പോൾ അന്ന് ഒരു ഐഡിയ തോന്നിയിരുന്നു. ഞാനത് 2 years മുമ്പ് ഞാനത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നില്ലേ ഇപ്പം എന്തായാലും ആ ഒരു എൻജിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഏജ് കാറ്റഗറി ഈസ് വെരി ക്രൂഷ്യലാണ്. ലൈക്ക് ഈ ടീനേജിൽ നിന്നൊരു അഡൾട്ട്ഷിപ്പിലേക്കൊക്കെ കയറുന്നൊരു ടൈമാണ്. അവിടെ വരുന്ന ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിക്കാ. ബിക്കോസ് വി ഹാവ് ബീൻ ദെയർ ലൈക്ക് ആ ഒരു ഏജിൽ അല്ലേ. അപ്പോൾ ആൻഡ് ഡൂയിങ് ലൈക്ക് എ കോഴ്സ് ലൈക്ക് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും എൻ്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ടഫായിട്ട് പഠിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് MBBS-ഉം എൻജിനീയറിങ്ങും ആണ് എനിക്ക് ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സബ്ജക്ട്. ഐ ഡോണ്ട് നോ, ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ മെൻ്റൽ പ്രഷർ ഇപ്പം ഡെയിലി പഠിച്ചാലും മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കറിയില്ല, അതിനെക്കുറിച്ചും എനിക്കറിയില്ല. സോ വെൻ ഇറ്റ് കംസ് ടു യോർ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്, ഈ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? ഉറപ്പായിട്ടും. എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ആരാന്നറിയാമോ? എൻജിനീയറിംഗ് കുട്ടികളെയാണ്. എൻജിനീയറിംഗ് കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻജിനീയറിംഗ് കുട്ടികൾ അവർ ഹെൽപ്ലെസ് ആണ്. അവർ +2 വരെ പാരൻസ് സപ്പോർട്ടും ടീച്ചേഴ്സ് സപ്പോർട്ടും ഉണ്ടാവും. എൻജിനീയറിംഗ് കോളേജിൽ എത്തുമ്പോഴത്തേക്കും 3 മാസം പോലും സെമസ്റ്റർ ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായ ഒരു ഹെൽപ്ലെസ് ഫീൽ ചെയ്യും. പിന്നെ അവർക്ക് അവരുടെ പുറകെ നടന്ന് പഠിപ്പിക്കാൻ ആരുമില്ല. ടീച്ചർമാർ വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു. ചിലർ പഠിപ്പിക്കുന്നു, ചിലർ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ഒരു സഹായം ഇവർക്ക് ആവശ്യമാണ്. ഇവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് പറഞ്ഞാൽ. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരാമെന്ന് അറിയില്ല. കാരണം അവർക്കൊരു സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഓക്കെ സാർ ഇങ്ങനെ ഡൗട്ടുണ്ട്, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവർ നമ്മൾ ദൈവത്തെ പോലെ കാണുക. ഈ +2 ഒക്കെ ബയോളജി സയൻസ് ഒക്കെ പഠിച്ചിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഇവർക്ക് പൈത്തണ പഠിക്കാനുള്ളത്. ഇവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അതവർ പഠിച്ച ശേഷം അവർ വന്ന് പറയുന്ന ഒരു അഭിപ്രായങ്ങളുണ്ട്. അതായത് അവരെ സേവ് ചെയ്തു എന്നാണ് പറയുക. റിസൾട്ട് വരുന്ന സമയത്ത് എത്രയോ കുട്ടികൾ, ഒരു ബേസിക്സ് പോലും ഇല്ലാത്ത കുട്ടികളെ കോളേജ് ടോപ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ കോളേജ് ടോപ്പേഴ്സ് മാത്രമല്ല, യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ഉണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ എത്ര 9 points ഉണ്ടെന്നറിയോ? 500+ 9 points നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 10 ആണ് SGPA, സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതിൽ 9 ഒക്കെ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. 10 എത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റിസൾട്ടിന് മുമ്പേ ആദ്യം ഞാൻ നോക്കുന്നത് CET റിസൾട്ടാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോളേജ് CET ആണ്. എൻ്റെ കോളേജൊക്കെ ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് ഉണ്ടാവുക. ഈ 9 pointsനെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അതായത് എന്താണെന്നറിയില്ല, അത് ആ സമയത്ത് ഈ 9 points കാണുമ്പോൾ ഒരു ആരാധന തോന്നും. ഇവരിത്
ഇതെങ്ങനെ ഈ 9 പോയിന്റ്സ് ആയത്? കാരണം അത് സാധാരണ CET TKMലൊക്കെ 9 പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിലിപ്പോൾ അതും വളരെ അധികം ഒന്നും ഉണ്ടാവില്ല. 8 ഒക്കെ ഒരുപാട് പേരുണ്ടാവും, 9 ഒക്കെ വളരെ കുറവുണ്ടാവുള്ളൂ. എന്നാലേ കാണുമ്പോൾ സന്തോഷമാണ്. തിരിച്ച് നേരെ എൻ്റെ റിസൾട്ടിലേക്ക് പോകുമ്പോൾ നോക്കണ്ടായിരുന്നു തോന്നി പോകും. ഓക്കെ, അപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് 9 പോയിന്റേഴ്സിനെ. എനിക്ക് 9 പോയിന്റർ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ടൈം ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന ടൈമൊക്കെ ഞാൻ ഭയങ്കര റബലായിരുന്നു. അതായത് ഈ പരീക്ഷ എന്തിനാണ് ഒരു പരീക്ഷ? അതായത് എൻ്റെ അറിവ്, എൻ്റെ നോളജ്, എൻ്റെ സ്കില്ലും ടെസ്റ്റ് ചെയ്യാൻ ഒരു എക്സാമിന് പറ്റുമോ? ഓക്കെ, ഒരു എക്സാമിന് ഒരു പാസ് മാർക്ക് വാങ്ങിക്കുന്നതാണോ വലിയ കാര്യം? ഞാൻ അതിന് വലിയ എന്തോ ആണെന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. എല്ലാവർക്കും ഉണ്ടാവും. ആ പരീക്ഷയോടൊക്കെ ഭയങ്കരമായൊരു പുച്ഛം ഉണ്ടായിരുന്നു. വയ്യ, അറ്റൻഡ് ചെയ്യാൻ വയ്യ, അതിനങ്ങോട്ട് ഒരു തിരിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. കറക്റ്റ്. ഞാൻ എക്സാം ഹോളിലൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് അറിയാന്നുള്ളത് പോലും ഞാൻ എഴുതാതെ കാലമുണ്ട്. അതായത് എന്തിനെഴുതണം, ഇതെനിക്ക് അറിയാലോ, ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റ്. പക്ഷെ തെറ്റായിരുന്നു എന്ന് തോന്നിയത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷമാണ്. സപ്ലികൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സപ്ലി ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ഇഷ്ടംപോലെ സപ്ലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഇറങ്ങിയ ശേഷമാണ് ഞാനത് ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ആ സമയത്താണ് ഇതിൻ്റെ ബ്യൂട്ടി അടിപൊളിയാണ്. ഇതിപ്പോൾ പരീക്ഷ എഴുതിയാലില്ലെങ്കിലും അത് അവർക്കൊരു സന്തോഷമാവുന്നെങ്കിൽ ഒരു പരീക്ഷ എഴുതി കൊടുക്കാം, മാർക്ക് വന്നോട്ടെ, പാസ്സായിക്കോട്ടെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചതും ഞാൻ ഇന്നേ വരെ ഈ നിമിഷം വരെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടേ ഇല്ല. ഞാനൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കിയിട്ട് അതിൽ ഒരുപാട് ക്യൂരിയസ് ആയി മുമ്പോട്ട് പോയായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായൊരു ധാരണ വന്നു എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നും. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലൂടെ എനിക്ക് ഇത്രമാത്രം റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലാവുന്നു. അപ്പോൾ 9 പോയിന്റർ എനിക്കാകാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഒരുപാടധികം 9 പോയിന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഐ എം വെരി ഹാപ്പി. ഇപ്പോൾ ഈ ഒരുപാട് നല്ല MNCസിലൊക്കെ പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിലൂടെ പോയവർ, അവരിലൊക്കെ കണ്ട ഒരു കോമൺ ട്രേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് അവരിലൂടെ കണ്ട കോമൺ ട്രേറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് നല്ല നോളജ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല, നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ആ കൈൻഡ് ഓഫ് സ്കിൽസ് ഉള്ളവരായിരുന്നു. ഞാൻ അതാ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലെ കുട്ടികൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കഴിഞ്ഞ ശേഷം ഒരു എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് വിടുക എന്നുള്ളതല്ല. ഞങ്ങൾ ആക്ച്വലി ഈ കുട്ടികളെ നമ്മളായിട്ട് ഒരുപാട് MNCs അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിലേക്ക് നമ്മൾ ആക്ച്വലി കുട്ടികളുടെ റെസ്യൂംസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കമ്പനീസും കുട്ടികൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഈ കുട്ടികൾ ബിടെക്കിന് ശേഷം വേറെ ഒരു സ്ഥലത്ത് പോയി സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കമ്പനീസ് വിശ്വാസമുണ്ട്. നമുക്ക് വിപ്രോ, ഇൻഫോസിസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഓക്കെ, അഡോബ്, ഒറാക്കിൾ, ഇവരുമായിട്ടൊക്കെ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ കുട്ടികളെ നമുക്ക്, നല്ല കുട്ടികളെ ഈസിലി നമുക്ക് കുട്ടികളെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ്. നമ്മളിൽ നിന്നും പഠിച്ചു പോയി കുട്ടികൾക്ക് ആ ക്വാളിറ്റീസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഹയർ ചെയ്തിട്ടുണ്ട്. കാരണം ബെറ്റർ സ്റ്റുഡൻസിനെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഹയർ ചെയ്തിട്ട് മാത്രമേ വേറെ കമ്പനീസിലേക്ക് നമ്മൾ വിടത്തുള്ളൂ, തരുള്ളൂ. കാരണം ഇവരുടെ ഇന്റേണൽ എക്സാം, അതേപോലെ സെമസ്റ്റർ എക്സാം, അതേപോലെ ഇവരുടെ കോളേജിലെ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കുട്ടിക്ക് കോഴ്സ് കൊടുത്തു എന്നുള്ളതല്ല, ഈ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ കോഴ്സ് എടുത്ത കുട്ടിയാണെങ്കിൽ തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടിയുടെ മാർക്ക് കൂടിയോ കുറഞ്ഞോ ഞങ്ങളിത് അനലൈസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു സർവീസ് പ്രൊവൈഡിങ് എന്നുള്ള അതിലുപരി നമ്മൾ ആക്ച്വലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടിയുടെ മൈൻഡ് സെറ്റ്, കുട്ടികളുടെ പഠന നിലവാരം. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞങ്ങൾ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ 7 പോയിന്റർ ആയാൽ, ഇപ്പോൾ 9 പോയിന്റർ 7 പോയിന്റർ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട്. ആ ചോദിച്ച് അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിലെത്തിയ കുട്ടി ഫോർത്ത് സെമസ്റ്ററിലെത്തുമ്പോൾ വീണ്ടും 10ലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഇമ്പോസിബിളായ കാര്യമല്ല. അപ്പോൾ പല കുട്ടികൾക്കും പല പ്രശ്നങ്ങൾ പറയാനുണ്ട് അതിൽ. ഓക്കെ, അത് നമ്മൾ ആക്ച്വലി പരിഹരിച്ച് കൊടുക്കും. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് എ ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകളുണ്ട്. കാരണം കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും വി ഹാവ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ഫ്രീ കൗൺസിലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾ വിളിക്കും ചില സമയത്ത്, സാർ ഞാൻ മെൻ്റലി ഡൗൺ ആണ്, ഐ നീഡ് കൗൺസിലിംഗ്. ഓക്കെ, ആ കുട്ടിയുടെ ടൈം ആദ്യം നോക്കും, നമ്മൾ ടൈമല്ല കൊടുക്കുക. ആ കുട്ടിയുടെ ടൈം നോക്കിയിട്ട് ആ ടൈമിന് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കുട്ടിയെ വളരെ ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ട് കുട്ടിയെ വിടുകയും
ഭയങ്കരമായ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് സത്യം പറയാം അവർക്ക് സപ്പോർട്ടാണ് ഇല്ലാത്തത്. അവർക്ക് കൃത്യമായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ടും കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആർ ഗ്രേറ്റ്. ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ല, ഏതൊരു സ്റ്റുഡൻറ്റിനെ നമുക്ക് ഗ്രേറ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതെ, അല്ല വാട്ട് എവർ ദെയർ ഫീലിംഗ് ഇസ് ഓക്കെ, നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും എന്നൊരാൾ പറയാനുള്ളപ്പോൾ തന്നെ നമുക്കൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ധൈര്യം കിട്ടില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ആ ഒരു ഏജ് കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ഈ എഡ്ടെക് കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബൂമിങ് കമ്പനീസ് ഉണ്ട്, ഒരുപാട് സക്സസ്ഫുൾ കമ്പനീസ് ഉണ്ട്. അപ്പം ഹൗ ആർ യു പ്ലാനിങ് ടു സ്റ്റാൻഡ് ഔട്ട്? ലൈക്ക് യു ആർ ഓൾറെഡി സ്റ്റാൻഡിങ് ഔട്ട്, പക്ഷേ ഗോയിങ് ഇൻ ടു ദ ഫ്യൂച്ചർ കോമ്പറ്റീഷൻ കൂടും ഡെഫിനറ്റ്ലി അല്ലേ? അപ്പോൾ അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഞാൻ അധികം ഫോക്കസ് ചെയ്യാറില്ല. ഓക്കെ, ഐ വിൽ ഡിസൈഡ് മൈ കോമ്പറ്റീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് 8 കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേ ഓൾ ആർ നോട്ട് മൈ കോമ്പറ്റീറ്റർ ഓർ അവർ കോമ്പറ്റീറ്റർ. ഓക്കെ, വി വിൽ ഡിസൈഡ്. ഓക്കെ, അപ്പോൾ നോർമലി ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഒരു റണ്ണിങ് റേസിൽ ഇപ്പോൾ ഞാനും അപർണയെ റൺ ചെയ്യുക, അപർണ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ എന്തായിരിക്കും എൻ്റെ മൈൻഡിൽ? അപർണയെ ക്രോസ് ചെയ്യണം, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടും, എൻ്റെ എനർജി ഞാൻ സംഭരിക്കും, എൻ്റെ അഡ്രിനലിൻ ഓട്ടോമാറ്റിക്കലി റഷ് ആവും, ഞാൻ അപർണയെ ടേക്ക് ഓവർ ചെയ്യും. ദെൻ വീണ്ടും അപർണ വരും. ദിസ് ഇസ് കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ. ഓക്കെ, ഈ റണ്ണിങ് റേസ് പോലെയല്ല എഡ്യൂക്കേഷൻ ടെക്നോളജി, ഇത് ടെക്നോളജിയാണ്. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവർക്ക് വേണ്ടത് എങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ദ മെയിൻ വൺ ആൻഡ് ഓൺലി മെയിൻ തിങ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ. ഓക്കെ, അവർ നോക്കൂ, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഏത് കമ്പനിയാണോ മോർ ആൻഡ് മോർ ഇന്നോവേറ്റ് ചെയ്യുന്നത്, മോർ ആൻഡ് മോർ ക്രിയേറ്റീവ് ഇന്നോവേറ്റ് ചെയ്യുന്നത്, ആ കമ്പനീസ് ഫ്രണ്ടിൽ നിന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ആലോചിച്ചു, ഇപ്പൊ റൈസ് ആണ്, ഇപ്പൊ ഓപ്പൺ എ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്, എക്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ റേസ് ചെയ്യുക. എന്തുകൊണ്ട് ഓപ്പൺ ഐ സ്റ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കുന്നു? ബിക്കോസ് അവർ ഇന്നോവേഷൻ തന്നെയാണ്. ഓക്കെ, വൺസ് ആപ്പിൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നില്ലേ? ഇപ്പോൾ IBM മൈക്രോസോഫ്റ്റ് ഒക്കെ കോമ്പീറ്റ് ചെയ്ത് ആപ്പിൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ആപ്പിൾ പോയി, ഇപ്പോൾ ആപ്പിൾ ജസ്റ്റ് മണി മേക്കിംഗ് ഓർഗനൈസേഷൻ. പണ്ടതല്ല, ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇന്നോവേഷൻ ഓർഗനൈസേഷൻ ആയിരുന്നു അല്ലേ? ആ സമയത്ത് ആ ഒരു കമ്പനി ആപ്പിൾ, നമുക്കറിയാലോ, ആപ്പിളൊക്കെ വൺ ടൈം നല്ല ഡൗൺഫോളിലേക്ക് പോയ കമ്പനിയാണ്. അത് സ്റ്റീവ് ജോബ്സ് പൊക്കിയെടുത്തത് ഇന്നോവേഷൻ ത്രൂ ആണ്. സോ ഇന്നോവേഷൻ ഇസ് ദ മെയിൻ കീ. ഓക്കെ, അത് ഏതൊരു കാര്യം നമ്മുടെ എക്സിക്യൂഷനിൽ ഇന്നോവേഷൻ ഉണ്ടാവണം, നമ്മുടെ പ്രോഡക്റ്റ്സ് ഇന്നോവേറ്റീവ് ആയിരിക്കണം, നമ്മുടെ ക്ലയൻറ്റ് ഹാൻഡ്ലിംഗ് ഇന്നോവേറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഏതൊരു കാര്യത്തിലും ഇന്നോവേറ്റീവ് ആൻഡ് യുണീക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി വിൽ സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ, ദെൻ വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് സം അതർ കോമ്പറ്റീറ്റേഴ്സ്. ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്, സത്യം. ആൻഡ് ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മറ്റൊരാളിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് ഫ്രാങ്ക്ലിൻ. ആൻഡ് ഓൾസോ യു ആർ എ ഗ്രേറ്റ് ടീച്ചർ. നമ്മൾ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഗീവ് അപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഗിവ് അപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഡെഫിനറ്റ്ലി കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയും ഗിവ് അപ്പ് ചെയ്യരുത്. അപ്പോൾ കുട്ടികൾ വന്ന് പറയാറുണ്ട്, ഞാൻ ബിടെക് ഡ്രോപ്പ് ഔട്ട് ആകാൻ പോവുക, എനിക്ക് പറ്റുന്നില്ല. കുട്ടികൾ പറയുന്ന ഒരു കാര്യമുള്ളൂ, ജസ്റ്റ് ലവ് വാട്ട് യു ഡു. ഓക്കെ, അത് പഠിക്കുന്നതായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ. ഓക്കെ, ചിലപ്പോൾ പാരൻസൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ചേർത്തതായിരിക്കാം, അതുകൊണ്ടായിരിക്കും കുട്ടിക്ക്. അപ്പോൾ കുട്ടി എന്തായാലും ജോയിൻ ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്നതല്ലടാ. കോൺഫിഡൻസ് ആർക്കും പകർന്നു കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അത് കോൺഫിഡൻസ് വരാത്ത ആളോട് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, നിനക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും, ഓക്കെ ആണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തെന്ന് പറയും. ഗിവ് അപ്പ് ചെയ്യാൻ ഞാൻ പറയത്തേ ഇല്ല, ബിക്കോസ് ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നൊരു പേഴ്സണേ അല്ല. ഇപ്പോൾ എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും, എന്ത് ഫെയിലിയർ ഉണ്ടെങ്കിലും, എന്താണ്, ഞാൻ വളരെ ധൈര്യമായിട്ട് പോകുന്ന ആളാണ്. ആ ഒരു കാര്യം ഞാൻ കുട്ടികൾ പറഞ്ഞു കൊടുക്കും. ഞാൻ എന്നെ തന്നെ മോഡലാക്കി പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും, എൻ്റെ എക്സ്പീരിയൻസസ്, ഞാൻ ഇങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടികൾ പറഞ്ഞു കൊടുക്കും. മോട്ടിവേഷൻ അല്ല കാര്യം, അതാണ് സത്യാവസ്ഥ. ഡിസിപ്ലിൻ വേഴ്സസ് മോട്ടിവേഷൻ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പം അപർണയ്ക്ക് മോട്ടിവേറ്റ് ചെയ്തു, 2 ദിവസം അപർണ മോട്ടിവേറ്റഡ് ആയിരിക്കും, ഒരു ദിവസം. അതെ, അത്രയ്ക്ക് മാക്സിമം 2 days, അതിൻ്റെ അപ്പുറം അപർണ മോട്ടിവേറ്റഡ് ആവില്ല. ഇങ്ങനത്തെ കുട്ടികൾക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഡിസിപ്ലിനാ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം മോട്ടിവേഷനെക്കാട്ടിലും
വേർത്താണ് ഡിസിപ്ലിൻ. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് മുമ്പോട്ട് പോകും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കണം, 5 മണിക്ക്, മറ്റേ മിലിറ്ററി റൂൾ അല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, എല്ലാം കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ ശ്രമിക്കും, കൂടുതൽ ഹൊറൈസൺസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തു പോകും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചില കുട്ടികളൊന്ന് പറയും, സർ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരുമോ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടൈം ടേബിൾ ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് അവരുടെ ടൈമാണോ എൻ്റെ ടൈം? അതെ, ഓരോരുത്തരുടെ ജീവിത രീതി വ്യത്യാസമല്ലേ. അപ്പോൾ ജനറലായിട്ട് എങ്ങനെയാ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറേണ്ടത് എന്നുള്ള ടൈം ടേബിൾ, ജനറൽ ടൈം ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് എണ്ണിക്കെന്ന് പറഞ്ഞാൽ കുട്ടി പറയും, ഇയാൾ എന്താ പറയുന്നത്, കോളേജ് കഴിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന കേസാണ്. 4 മണിക്ക് എണ്ണിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. നീ 4 മണിക്ക് എണ്ണീറ്റ് നീ പഠിച്ചു കഴിയുന്ന സമയത്ത് നിനക്ക് ഒരുപാട് സമയം രാവിലെ കിട്ടാം. ഓക്കെ, അത് ജസ്റ്റ് വായിച്ച് നല്ല ടൈമായിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, എല്ലാവരും ഉറക്കമായിരിക്കും, ബഹളമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും സിറ്റി സൈഡ് താമസിക്കുന്ന ആളായ പോലും ഹോണടി സൗണ്ട് ഇല്ല, സമാധാനത്തിൽ നിന്ന് പഠിച്ചോടെ രാവിലെ. ഓക്കെ, അത് കഴിഞ്ഞ് കോളേജിൽ പോയിട്ട് വരുന്നു, ദെൻ നൈറ്റ് കുറച്ച് സമയം പഠിച്ചാൽ മതി, പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഓക്കെ, ഞാനും എൻ്റെ ലൈഫിൽ അത് അഡോപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയ ശേഷം ഉറക്കമില്ല, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ ടീമിനോട് ഞാൻ പറയും, നിങ്ങൾ സമയത്തിന് ഉറങ്ങണം എന്നുള്ള കാര്യം. കാരണം എൻ്റെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഉറങ്ങും. ഇപ്പം ഞാനിപ്പോൾ ഉറങ്ങാണ്ടായാലും എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ടീം അങ്ങനെയല്ല. കാരണം ഞാൻ പല കാര്യങ്ങൾ ചിന്തിക്കുകയും പല ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ടീം അങ്ങനെയല്ല. ഓക്കെ, എൻ്റെ ടീമിൻ്റെ ഹെൽത്ത്, എൻ്റെ ടീമിൻ്റെ മൈൻഡ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദേ ആർ ക്രിയേറ്റിംഗ് അവർ പ്രോഡക്ട്സ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ടീമിനോട് പറയും, സമയത്തിന് ഫുഡ് കഴിക്കുക, സമയത്തിന് ഉറങ്ങുക. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ ഉറങ്ങില്ല. ഇന്നലെ ഞങ്ങൾ നൈറ്റ് കൊച്ചിയിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നോക്കാം, ഇത്ര സ്റ്റുഡൻസ് ആ ട്രിപ്പിളും 4 പേർക്ക് ഒരു ബൈക്കിൽ തേരാ പറഞ്ഞ് നടക്കുക. അപ്പം ഞാൻ ഇവർ ചോദിച്ചിട്ടേ ഉള്ളൂ, ഇവർക്കൊന്നും ഉറക്കമില്ലേ? അവരുടെ കണ്ണിൽ ഉറക്കമില്ല. ഞങ്ങളാണെങ്കിൽ ബസ്സിൽ ഉറങ്ങി ഉറക്കം തൂങ്ങിയിട്ട് അവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇവർക്ക് ഉറക്കമൊന്നുമില്ല, ഇവർ ഫുൾ ഓണാണ്, നൈറ്റ് ഫുൾ ഓൺ. അപ്പം ഞാനൊക്കെ ഇവർക്ക് രാവിലെ എങ്ങനെ കോളേജിൽ പോകും, ഇവരെങ്ങനെ പഠിക്കും? അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് സ്റ്റുഡൻസ് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് ഉറങ്ങി കൃത്യമായിട്ട് എണീറ്റാലേ പഠിക്കുക. അല്ലാതെ പഠിക്കാതെ മറ്റ് സിസ്റ്റത്തിനെയും വീട്ടുകാരെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗിവ് അപ്പ് ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഡ്രീം ഉണ്ടാവണം. ആ ഡ്രീമിലേക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതിപ്പോൾ എൻജിനീയറിങ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എന്താണോ ഇഷ്ടം അതിലേക്ക്, എന്താണ് ഇൻട്രസ്റ്റ് അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, എനിക്ക് ഡിസൈനിങ് പഠിച്ചോട്ടെ. ഓക്കെ, അത് പാരൻസിനോടും പറയാനുള്ള മെസ്സേജാണ്. കാരണം പാരൻസ് എന്തിനാണ് പാരൻസിന് ആഗ്രഹങ്ങൾ കൊണ്ട് കുട്ടികളിലേക്ക് കൊണ്ടിടുന്നത്? ഈ പാരൻസ് എന്താ ചെയ്യുന്ന അറിയാം, ഈ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാ. അതായത് അപ്പുറത്തെ വീട്ടിലെ സുരഭി ചേച്ചിയുടെ മോൻ എഞ്ചിനീയർ ആണ്, എന്നാൽ എൻ്റെ മോൻ എഞ്ചിനീയർ. അപ്പുറത്തെ വീട്ടിലെ രാജൻ ചേട്ടൻ്റെ മോൻ എഞ്ചിനീയർ ഡോക്ടർ ആണെങ്കിൽ എൻ്റെ മോനും ഡോക്ടറാണ്. ഈ ഒരു കോംപ്ലക്സ് ആദ്യം മാറ്റണം. അതുക്കും മേലെ ആവണം. ഓക്കെ, രാജൻ ചേട്ടനാണോ ഇയാളെന്നുള്ള കാര്യം ആദ്യം നോക്കണം. ഓക്കെ, രാജൻ ചേട്ടന് ട്രീറ്റ് പറയാണ്, ഇയാൾ ട്രീറ്റ് പറയാണ്. ഓക്കെ, ചിലപ്പോൾ രാജൻ ചേട്ടന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോരുത്തരുടെ എല്ലാവരും വേറെ ഓരോ സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത്. ഇപ്പൊ രാജൻ ചേട്ടന്റെ മോനും പഠിച്ച സ്ഥലത്തായിരിക്കില്ല ഇയാള് പഠിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന ക്യാമ്പസ് അല്ല, സ്കൂൾ അതേപോലെ കോളേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതൊരിക്കലും വാശി പിടിക്കരുത്. ഇന്നത് പഠിക്കണം, നീ ഇങ്ങനെ പോകണം, നീ ഇന്ന ജോലിക്ക് പോകണം. സത്യം പറയാലോ, ദ ഷോക്കിംഗ് ഫാക്ട്, ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരാൾ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു എന്നിരിക്കട്ടെ. പാരന്റ് പറയാൻ എന്താ പറയുക, ആദ്യം എന്നാൽ പിന്നെ കളഞ്ഞിട്ട് പോന്നേക്ക്. സീരിയസ്ലി, എടാ അതൊക്കെ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, നീ അവിടെ നിൽക്കുക, മോട്ടിവേറ്റും അവർ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വിടാതെ ഉടനെ ഇങ്ങ് പോകുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പോകുന്നു. ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യില്ല. അപ്പോൾ കുട്ടിക്ക് ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കേ. കുട്ടി പഠിച്ചു, കുട്ടി ഈ കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ നിർത്തി പോകാനല്ല പറയുന്നത്. ഇപ്പോൾ ഒരു കോളേജിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പാരൻസ് പറയുമോ എന്നാൽ കോളേജ് നിർത്തി പോകുന്നെനിക്ക് പറയില്ല. പക്ഷെ പാരൻസ് അതേപോലെ ഇപ്പോൾ ചില പാരൻസിൻ്റെ ആണോ തിരുവനന്തപുരത്താണോ, ഇപ്പോൾ കോഴിക്കോടുള്ള തിരുവനന്തപുരത്താണോ ജോലി, എത്ര ദൂരെ അല്ല, എന്നാൽ പിന്നെ പോകണം, നീ കോഴിക്കോട് എവിടെയും ജോലി വെക്ക്. അപ്പോൾ എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ?
അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, അറിയുന്നവർ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുണ്ട്. പിന്നെ എത്രയോ പേര് എന്റെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോ UST എന്റെ എഞ്ചിനീയറിംഗ് ഞാൻ പഠിപ്പിച്ച കുട്ടി UST ജോബ് കിട്ടിയിട്ട് പാരന്റ് പറഞ്ഞതാ, UST ജോബ് കിട്ടിയിട്ട്, അതാണ് ഞാൻ പറയുന്നത്. UST ഗ്ലോബലിൽ ജോലി കിട്ടിയിട്ട് പാരന്റ് പറഞ്ഞതാ. പാരന്റിന്റെ ഒരു കൺസേൺ ആണ്, പെൺകുട്ടിയാണ്. ഓക്കെ, പെൺകുട്ടിയാണ്, ആൺകുട്ടിയല്ല. അപ്പോൾ ഈ ഇത്ര ദൂരെ പോകണ്ടല്ലോ, എന്നാൽ പിന്നെ ഈ കോഴിക്കോട് തന്നെ ജോലി, കോഴിക്കോട് താമസിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, കോഴിക്കോട് തന്നെ ജോലി നോക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി ജോലി കിട്ടിയിട്ട് പോലും ആ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടിയെ വിടുന്നില്ല. കാരണം അത് പാരന്റ്സിന്റെ ടെൻഷനാണ്. ഞാൻ എങ്ങനെ എന്റെ പെൺകുട്ടിയെ ഞാൻ തിരുവനന്തപുരത്തേക്ക് അയക്കും, ഇത്ര ദൂരല്ലേ, കോഴിക്കോടും തിരുവനന്തപുരം. കോഴിക്കോട് എല്ലാവരും അങ്ങ് സേഫ് ആയ പോലെ എനിക്ക് ഈ മെന്റാലിറ്റിയാണ് ദേഷ്യം. ഈ ഒരു കാര്യം, ഈ ഒരു ടോക്സിസിറ്റി കുട്ടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ കുട്ടി തന്റെ കംഫർട്ട് സോണിൽ നിന്ന് പിന്നീട് പോകാൻ പറ്റുമോ? കുട്ടിക്ക് പറ്റില്ല. അല്ലെങ്കിൽ പേടിയായിരിക്കും, അയ്യോ ഞാൻ പോയാൽ പ്രശ്നമാവോ, ഞാൻ വീട്ടുകാരെ ധിക്കരിച്ച് അവിടം വരെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ഈ UST ഗ്ലോബൽ ആയിക്കോട്ടെ, അങ്ങനത്തെ കമ്പനീസ് ഒക്കെ ഭയങ്കര സേഫ്റ്റി പ്രോട്ടോകോൾസ് ഒക്കെ എടുത്തിട്ടാണ്. ഇപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ ക്യാബിൽ വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഇറങ്ങി നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ പോകും. അത്രയും സേഫ്റ്റി വീട്ടുകാർ തരുമോ? അവർക്ക് പറ്റുമോ നമ്മളെ എല്ലാ ദിവസവും കൊണ്ട്? അത് എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടിയെ എഞ്ചിനീയറിംഗിന് നിർബന്ധിച്ച് വിട്ടത് ഈ പാരന്റ് ആണ്. ഓക്കെ, എൻ്റെ വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവന് എഞ്ചിനീയറിംഗ് ഒട്ടും താല്പര്യമില്ല. ഓക്കെ, അവന് BSc കെമിസ്ട്രി ഒക്കെ എടുക്കണം, സബ് ഇൻസ്പെക്ടർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പാരൻസ് എന്ത് ചെയ്തു? 2 പാരൻസും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഈ പാരൻസ് എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗിനെ ഉന്തിത്തള്ളി വിട്ടു. ഓക്കെ, എഞ്ചിനീയറിംഗ് അവനെ ഉന്തിത്തള്ളി വിട്ടതുകൊണ്ട് തന്നെ അവൻ ആദ്യം എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ഇല്ല, അവൻ പഠിച്ചില്ല, കുറേ സപ്ലിക്ക് ഉണ്ട്. പക്ഷെ അവൻ നല്ല സ്കിൽഡാണ്. ഓക്കെ, നല്ല സ്കിൽഡാണ്, നല്ല കരിയർ അവന് ബിൽഡ് ചെയ്യാൻ പറ്റും. അവനൊരു ബോഡി ബിൽഡർ ആവണം, അവന് കുറേ ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ദുബായിലേക്ക് ജിം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു വലിയ വിഷണറി ആയിട്ടുള്ള അവനാണ്. ഓക്കെ, അത് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോഴും അവൻ്റെ പാരൻറ്റ് വിളിച്ച് ശല്യം ചെയ്യുക. അതായത്, നീ എന്താ സപ്ലൈ ചെയ്താൽ വരാത്തത്, നീ പെട്ടെന്ന് സപ്ലൈ ക്ലിയർ ആയി ഇല്ലേ, എന്നിട്ട് ഒരു ഗവൺമെൻറ് ടെസ്റ്റ് ഒക്കെ ചെയ്ത്. ഇവന് ഇൻട്രസ്റ്റ് ഇല്ല, ഇവന്റെ ഡ്രീം വേറെയാണ്, ഇവന്റെ ഗോൾ വേറെയാണ്. പാരൻസ് അവനെ ഫോഴ്സ് ചെയ്യുക, സപ്ലൈയിൽ ക്ലിയർ ചെയ്തിട്ട് നീ ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്ത്. അവരൊരു ഗവൺമെന്റ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ പാരൻസ് ഹാപ്പിയാ, മോൻ ഹാപ്പി ആവും. അവൻ ഹാപ്പി ആവില്ല, അവന്റെ ലൈഫ്, അവന്റെ ഗോൾ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പാരന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം. പുതിയ ടീച്ചേഴ്സ് ഒന്നും കുട്ടികളെ ഇന്ന് ഒരു ഫോഴ്സ് എന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് നല്ലൊരു ഫോഴ്സ് കൊണ്ടുവരല്ലേ. തീർച്ചയായിട്ടും എത്രയോ മറ്റേ ക്ലാസ്സിലിരുന്ന് വരയ്ക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ളവരെയൊക്കെ നീക്ക ഇങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ള അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നല്ല പഠിക്കുന്നവരെ, പക്ഷെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ളവരെ അത് വളരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവര് ഭയങ്കര നിലയിലായി പോയി. എന്നിട്ട് ഡയലോഗും കൂടെ അടിക്കും, നീ കുത്തി വരച്ചിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ചോറ് കിട്ടത്തില്ല. ചുമ്മാ അവരൊക്കെ വെറുതെ വരച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിലും ചോറുണ്ടാക്കും, അത് വേറെ അടിപൊളിയായി. കാരണം അവർ പ്രാക്ടീസ്. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ എത്രത്തോളം മീഡിയ വർക്കേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? വി ഹാവ് ഡിസൈൻ ടീം, വി ഹാവ് എഡിറ്റിംഗ് ടീം, വി ഹാവ് കണ്ടന്റ് ക്രിയേഷൻ ടീം, വി ഹാവ് 3D ടീം, 2D ടീം. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് പലർക്ക് ഗ്രാജുവേഷൻ ഇല്ല, ചിലർ +2 പോലും പാസ്സായിട്ടില്ല. പക്ഷെ അവർ ഫ്രം ദ ചൈൽഡ്ഹുഡ് 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് അത് അപ്പോൾ തൊട്ട് ഈ താല്പര്യം വന്ന കുട്ടികൾ, വരയ്ക്കുന്നതിൽ താല്പര്യം ഉണ്ടായി. അവരുടെ വർക്ക് കണ്ടാണ്ടല്ലോ ഞെട്ടിപ്പോവും. ഞാനൊക്കെ മനസ്സറിഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട് പലരെയും. കാരണം അവർ എന്ത് അടിപൊളിയായിട്ടാണ്. നമുക്കൊന്നും പറ്റില്ല. ഞാൻ CEO ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കത് പറ്റില്ല. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അവരുടെ ഇൻട്രസ്റ്റും പാഷനും അതിൻ്റെ പ്രാക്ടീസാണ് അവരവിടെ എത്തിച്ചത്. സോ പാരൻസ് തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യണം, കുട്ടികളും റിയലൈസ് ചെയ്യണം. അല്ല, ഞാൻ ഭയങ്കര വായാടിയായിരുന്നു. അപ്പം എന്നെ മറ്റേ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴും പ്രോഗ്രാംസ് വരുമ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നു, ഇതിൽ ഭയങ്കര സംസാരക്കാരി, ഭയങ്കര സാമർത്ഥ്യം. ഈ നാക്കും കൊണ്ട് നീ എങ്ങും എത്തത്തില്ല എന്ന് പറഞ്ഞ് നാക്കും കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. അതാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പാർട്ട് ഫ്രം സ്കിൽ നമുക്ക് എന്ത് കേപ്പബിലിറ്റി ഉണ്ട്, എവറിത്തിങ് ഇസ് ദെയർ. പക്ഷെ നമ്മൾ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് എന്നാലേ ഒരു ബിഹേവ് ചെയ്യാൻ മനസ്സിലാകുള്ളൂ, ആളുകളോടുള്ള സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. എന്നാലേ നമ്മൾ ഈ ചില എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ പിള്ളേർ പറയൂ ഇവിടെ ജീവിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ പൈസ തികയുന്നില്ല ഫുഡ് വാങ്ങാൻ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല, ഇനി ജോലിക്ക് അങ്ങോട്ട്
പോയിട്ട് സ്വന്തം പൈസ ഇത്രയും പോലും പൈസയും സമയവും കയ്യിൽ കാണത്തില്ല. അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇവിടെയൊക്കെ കിട്ടുന്നേ എന്ന് വിചാരിച്ചാൽ മതി. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് യുവർ സ്കിൽ അല്ലെങ്കിൽ ഗോൾ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിനൊക്കെ വളരെ നല്ല ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ പറയാം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഒരുപാട് താങ്ക്സ് ബീയിങ് ഹിയർ. അന്ന് നമ്മൾ നേരിട്ട് കണ്ടപ്പം സംസാരിക്കാൻ പറ്റിയില്ല, എനിക്ക് ആ ലെക്ചർ അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ അതിൻ്റെ ഒരു കുറവ് നമ്മളിവിടെ നികത്തിയെന്ന് തോന്നുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗ്ലാഡ് ടു ഹാവ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.